ഓക്കെ, നമസ്കാരം. നമുക്ക് ജെയ്മെയിൻസിൻ്റെ ഏപ്രിൽ 2025 സെഷൻ 2 പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പേപ്പറായിരുന്നു. ഒരു മീഡിയം ലെവൽ എന്ന് വേണേൽ പറയാം. മീഡിയം ടു ഹാർഡ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഉണ്ട്, ഹാർഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, മീഡിയം ക്വസ്റ്റ്യൻസും ഉണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 വളരെ ഈസി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഷിഫ്റ്റാണ്. എന്തായാലും നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പം നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. വായിച്ച് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ലെറ്റ് ദ വാല്യൂസ് ഓഫ് ലാംഡ ഫോർ വിച്ച് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. 2 ലൈൻ തന്നിട്ടുണ്ട്, അത് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് 1/√6 ഈസ് λ1 ആൻഡ് λ2. എന്ന് വെച്ചാൽ ഈ ലാംഡയ്ക്ക് എന്തോ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പം ഈ 2 ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1/√6 ആവും. അപ്പോൾ ആ ലാംഡയുടെ വാല്യൂസ് വിൽ ടേക്ക് 2 വാല്യൂസ്. ദാറ്റ് ഈസ് λ1 എന്നൊരു വാല്യൂ എടുക്കാം, λ2 എന്നൊരു വാല്യൂ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 0, 0, λ1, λ2, λ2, λ1 ഈസ് ബേസിക്കലി വി ഹാവ് ടു ഫൈൻഡ് λ1 ആൻഡ് λ2. അത് ചെയ്താൽ മതി. λ1 λ2 കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ λ1 λ2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? x2 മൈനസ് x1, y2 മൈനസ് y1, z2 മൈനസ് z1 അല്ലേ? b1 b2 b3 c1 c2 c3 ഡിവൈഡ് ബൈ വീണ്ടും ijk b1 b2 b3 c1 c2 c3 ഇതിൻ്റെ മോഡുലസാണ്. ആ മോഡുലസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇവിടെ 2 വാല്യൂസ് എന്നുള്ളൊരു ഐഡിയ വന്നിരിക്കുന്നത് കേട്ടോ. ഒരു മോഡുലസ് ഉള്ളതുകൊണ്ടാണ് ഈ 2 വാല്യൂസിൻ്റെ ഐഡിയ പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ b1 b2 b3 എന്നുള്ളത് ഇയാളുടെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് ഫസ്റ്റ് ലൈൻ്റെ. അടുത്ത് c1 c2 c3 ഇസ് ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദ സെക്കൻഡ് ലൈൻ. പിന്നെ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ചുമ്മാ എന്ന് പറഞ്ഞതേ ഉള്ളൂ, നമുക്കന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്ത് വരും എന്ന് പറയൂ. സോ ഇറ്റ് വിൽ ബി ഫസ്റ്റ് റോയിൽ λ മൈനസ് 1, 4 മൈനസ് 2 is 2, 5 മൈനസ് 3 is 2 ആണോ അല്ലയോ? നെക്സ്റ്റ് 1 is 2, 3, 4 ആണോ? അടുത്തത് 3, 4, 5 ആണോ? ഇതായിരിക്കും ന്യൂമറേറ്റർ വരിക. അപ്പോൾ ഈ വാല്യൂ മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ദ വാല്യൂ വിൽ ബി λ മൈനസ് 1 ഇൻറ്റു എന്ത് വരും? 15 മൈനസ് 16 ദാറ്റ് ഇസ് -1 മൈനസ് 2 ഇൻറ്റു 10 minus 12 that is -2 plus 2 into 8 minus 9 that is -1. No, ഇത് 1 minus lambda plus 4 minus 2. So this is 2 plus 1 is 3. So 3 minus lambda എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്ന ന്യൂമറേറ്റർ ആണേ. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ijk ആണ്. ijk 2, 3, 4, 3, 4, 5. വെക്ടർ ഒന്ന് കണ്ടുപിടിച്ചേ. ദാറ്റ് ഇസ് എ പെർപെൻഡിക്കുലർ വെക്ടർ ടു ബോത്ത് ദീസ് ലൈൻസ് അല്ലേ? 2 ലൈൻ്റെയും പെർപെൻഡിക്കുലർ വെക്ടറാണത്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിച്ചോളാം. അപ്പോൾ അതെന്ത് വരും? 15 മൈനസ് 16 ഈസ് മൈനസ് ഐ ക്യാപ്പ് ആണോ അല്ലേ? ഇതിൻ്റെ മോഡുലസ് വേണം എടുക്കാനേ. മൈനസ് ഐ ക്യാപ്പ്, പിന്നെ മൈനസ് ജെ ആയി. 10 മൈനസ് 12 ദാറ്റ് ഇസ് -2. 10 മൈനസ് 12 പ്ലസ് 2 ആവും. പ്ലസ് 2 ജെ ക്യാപ്പ്. അടുത്ത കെ ക്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? 8 മൈനസ് 9 ദാറ്റ് ഇസ് മൈനസ് കെ ക്യാപ്പ്. So what is the magnitude? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് വരും? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 + 4 + 1 √6 അല്ലേ? √6 ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ടോ? വാട്ട് ഈസ് എ ക്വാണ്ടിറ്റി? 3 മൈനസ് λ ഡിവൈഡ് ബൈ √6 ആണ് 1/√6 എന്നുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 1/√6 എന്ന് എഴുതാം. ആണോ അല്ലയോ? അപ്പോൾ നമുക്ക് 3 മൈനസ് λ/√6 ഈക്വൽ ടു 1/√6 ആണ്. ഇവിടുന്ന് √6 വേണേൽ ക്യാൻസൽ ചെയ്തില്ല. അപ്പോൾ λ ഈക്വൽ ടു 3 എന്ന് റെഡി ആയിട്ട് λ ഈക്വൽ ടു 3 സോറി നോട്ട് λ ഈക്വൽ ടു 3 λ ഈക്വൽ ടു 2 എന്ന് കിട്ടും അല്ലേ? λ ഈക്വൽ ടു λ റൈറ്റ് കൊണ്ടുവരിക, 1 ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇപ്പോൾ 3 മൈനസ് λ/√6 ഈക്വൽ ടു -1/√6 എന്ന് പറഞ്ഞാൽ √6 ക്യാൻസൽ ആയി പോകും. അപ്പോൾ λ റൈറ്റ് സൈഡിൽ ഇത് λ ഈക്വൽ ടു 4 എന്ന് വരും. അപ്പോൾ 2ഉം 4ഉം കിട്ടും λ. അപ്പോൾ അതാണ് ഈ λ1 λ2ൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത് കേട്ടോ. λ ഈക്വൽ ടു
2ഉം 4ഉം എസ് ലാംഡ ഈക്വൽ ടു 4 and 2 കിട്ടും. അപ്പോൾ നമുക്ക് സർക്കിളാണ് കണ്ടുപിടിക്കേണ്ടത്. സർക്കിളിൻ്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സർക്കിൾ ഈസ് പാസിങ് ത്രൂ വാട്ട് ഓൾ പോയിൻറ്റ്സ്? പാസ് ചെയ്യുന്ന ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നൊരു സർക്കിളാണ്. പിന്നെ അയാൾ ഇതുവഴി പാസ് ചെയ്യുന്നുണ്ട് ലാംഡ 1 ലാംഡ 2. ലാംഡ 1 ലാംഡ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 2 4 and 4 2 രണ്ട് സ്ഥലത്തൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇത് 2 4 ഇവിടെ ആണെങ്കിൽ സം 4 2 ഇവിടെ 4 2 ഇതുവഴിയൊക്കെ പാസ് ചെയ്യുന്ന ഒരു സർക്കിളിൻ്റെ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. സർക്കിളിൻ്റെ കോർഡിനേറ്റ്സ്, സർക്കിൾ പാസ് ചെയ്യുന്ന 3 പോയിന്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഡിയസ് ഓഫ് ദി സർക്കിൾ ത്രൂ ദ പോയിന്റ്സ് എന്നാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം. ഐ ക്യാൻ അസ്യൂം ഇറ്റ് ആസ് ദിസ് വിൽ ബി എ സർക്കം സർക്കിൾ ഫോർ ദിസ് ട്രയാങ്കിൾ. ആണോ അല്ലയോ? ഈ ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ ആയിരിക്കും അല്ലേ ഈ കാണുന്ന സർക്കിൾ അല്ലേ. ഈ 3 പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ ആയിരിക്കും. അപ്പോൾ ബേസിക്കലി ഐ ഹാവ് ടു ഫൈൻഡ് ദ സർക്കം റേഡിയസ്. അപ്പോൾ സർക്കം റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അതങ്ങ് യൂസ് ചെയ്താൽ പോരെ. സർക്കം റേഡിയസ് ഈക്വൽ ടു ABC ഡിവൈഡ് ബൈ 4 ഡെൽറ്റ. ഡെൽറ്റ ഇസ് ഏരിയ. ABC എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ്? 4 16 √20 വരും. കണ്ടാ √20 വരും. വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ്? 2 വർഷം 4 4 4 8 അപ്പോൾ √8. സോ ABC ഡിവൈഡ് ബൈ 4 ഡെൽറ്റ ആണ്. ABC എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് √20 ഇൻറ്റു √20 ഇൻറ്റു √8 ബൈ 4 ഇൻറ്റു ഡെൽറ്റ ഇസ് ദ ഏരിയ. വാട്ട് ഈസ് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ? ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഏരിയ ഈക്വൽ ടു ജസ്റ്റ് പോയിൻറ്റ്സ് എഴുതി നോക്കുക. അതൊക്കെയാണ് പോയിൻറ്റ്സ്. 0 0 ഉണ്ട്, 2 4 ഉണ്ട്, 4 2 ഉണ്ട്, വീണ്ടും 0 0 ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്തേ 4 - 0 വരും. 4 - 16 ദാറ്റ് ഈസ് -14 അല്ലേ. പിന്നെ 0 വരും. ഇത് 14 വരും. 14. സോ ദ ഏരിയ ഈസ് 14 ആണോ അല്ലയോ? സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് ഇവിടുന്ന് എല്ലാം ഒരു 4 2 ആയിട്ട് വെളിയിൽ എടുക്കുക. സോ 2√5 കണ്ട ഇൻറ്റു 2√5 കണ്ട ഇൻറ്റു 2√2 കണ്ട ഡിവൈഡ് ബൈ 4 ഇൻറ്റു 14. യു ക്യാൻ ക്യാൻസൽ ഔട്ട് 4. ഇത് 7 ആയിട്ട്. ഇത് 5√2/7 വരും. 5√2/7 യെസ് ദാറ്റ് ഈസ് ആൻസർ. 5√2 ഇവിടെ കിട്ടുന്നത് 14. സോറി ദിസ് ഇസ് 12 റൈറ്റ്. 12 12 5√2/3 ആണ് വരിക. 5√2/3 12 ഇത് വരുന്നത്. 5√2/3 ആണ് ഇവിടെ ആൻസർ വരിക. 5√2/3. നല്ലൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ, കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. ചെയ്യാനുണ്ട്. 3Dയുടെ ക്വസ്റ്റ്യനാണ്. 3D ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ട്രൈ ടു അറ്റംപ്റ്റ് ഓൾ ദി ക്വസ്റ്റ്യൻസ് ഫ്രം 3D. നെക്സ്റ്റ് വൺ. ലെറ്റ് ആൽഫ ബി ദ സൊല്യൂഷൻ ഓഫ് x² + x + 1 = 0. അപ്പോൾ അത് ആൽഫ സൊല്യൂഷൻ ആണ്. ദാറ്റ് വിൽ ബി ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി അല്ലേ. ഇത് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണ്. സോറി സ്ക്വയർ യെസ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണ്. ഒരെണ്ണം 1 ആണ്. ഒന്ന് ഇറ്റ് വിൽ ബി ഒമേഗ ആൻഡ് ഒമേഗ² ഇവരാണ്. ഓക്കെ. ആൻഡ് ഫോർ സം ആർ ഈ രണ്ടൊരു പ്രോഡക്റ്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രോഡക്റ്റിനകത്തുനിന്ന് യു വിൽ ബി ഫൈൻഡിങ് ആൽഫ. യു ഓൾറെഡി നോ. വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് A and B. എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് ഒന്ന് എടുത്തേക്കാം അല്ലേ. പ്രോഡക്റ്റ് എന്താണ്? 4AB ഇൻറ്റു 1 16 13 -1 -1 2 2 -2 -14 -8 കണ്ടോ. ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 0 0 0. സോ ഇറ്റ് വിൽ ബി 4 - A - 2B. അടുത്തെന്ത് വരും? 16 × 4 64 -A -14B ആണോ അല്ലേ. അടുത്തെന്ത് വരും? 52 + 2A - 8B. ഇത് 0 0 0യുടെ ഈക്വൽ ആണ്. 0 0 0. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 4 = A + 2B എന്ന് വരും. 64 = A + 14B. തമ്മിൽ നിന്ന് കുറച്ച് A അങ്ങ് പൊക്കോളും. 60 = 12B. അപ്പോൾ B എത്രയാണ്? B 5 ആണ്. B 5 ആണേ. B 5 ആണെങ്കിൽ 4 = A + 10. A എന്ന് പറഞ്ഞാൽ -6 ആണ്. കണ്ടോ എയുടെ വാല്യൂ -6 ആണ്. അപ്പോൾ നമുക്ക് വേണ്ട വാല്യൂസ് എയും ബിയും കിട്ടി. എയുടെ വാല്യൂ ബിയുടെ വാല്യൂ എന്നുള്ളത് എയുടെ വാല്യൂ എന്നുള്ളത് -6ഉം ബിയുടെ വാല്യൂ എന്നുള്ളത് 5 ആണ്. വി ഗോട്ട് ദ വാല്യൂസ്.
നമുക്ക് ആ ക്വാണ്ടിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. Now we are calculating this quantity. എന്താ വേണ്ടത്? 4 alpha raised to 4 plus m by alpha raised to a, that is alpha raised to a യുടെ വാല്യൂ എത്ര നമ്മൾ എടുത്തത്? 6 minus 6 plus n by alpha raised to b, that is 5, that is 3. അപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്ന വാല്യൂ ഒബ്വിയസ്ലി എന്താണ്? ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിക്കകത്തെ ഒമേഗ സ്ക്വയറും ആണ്. സോ ഒബ്വിയസ്ലി ദ സൈക്ലിസിറ്റി ഈസ് 3 സൈക്ലിസിറ്റി ആണ്. ജസ്റ്റ് പുട്ട് ദ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇറ്റ് വിൽ ബി 4 ഒമേഗ റൈസ് ടു 4 പ്ലസ് m ഒമേഗ റൈസ് ടു -6 പ്ലസ് n ഒമേഗ റൈസ് ടു 5 ഈക്വൽ ടു 3. അപ്പോൾ ഒമേഗ റൈസ് ടു 4 എന്ന് വെച്ചാൽ ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗയാണ്. ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഒമേഗ ഇത് ഉറപ്പായിട്ടും 1 ആയിട്ട് പോകും അല്ലേ? ദിസ് വിൽ 10 to 1. ഇതിനകത്ത് ഒമേഗ മാത്രമേ വരത്തുള്ളൂ. സോ ഇറ്റ് വിൽ ബി 4 ഒമേഗ ആണോ അല്ലയോ? പ്ലസ് ഇത് m ആയിരിക്കും പ്ലസ് n ഒമേഗ സ്ക്വയർ ആണ്. n ഒമേഗ സ്ക്വയർ ആണ് ഈക്വൽ ടു 3. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏത് ക്വാണ്ടിറ്റിയാണ്? വി ഹാവ് ടു ഫൈൻഡ് ഇതിനകത്ത് m പ്ലസ് n എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? m പ്ലസ് n എന്നുള്ള ക്വാണ്ടിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇത് 1 ഒമേഗ ഈസ് ഒമേഗ സ്ക്വയർ. സോ ഇറ്റ് വിൽ ബി 4 ഒമേഗ സ്ക്വയർ പ്ലസ് m പ്ലസ് n ഒമേഗ ആണോ അല്ലേ? ഈക്വൽ ടു 3. വി നോ ദ വാല്യൂ ഓഫ് ഒമേഗ സ്ക്വയർ അല്ലേ? ഒമേഗ സ്ക്വയർ -1/2 മൈനസ് √3/2 i ആണ്. സോ വാട്ട് ഈസ് ഒമേഗ? ദാറ്റ് ഈസ് -1/2 പ്ലസ് √3/2 i ആണ് അല്ലേ? ഈ രണ്ട് വാല്യൂസ് നമുക്ക് ഇട്ട് കൊടുക്കാം ആൻഡ് വി ക്യാൻ സിംപ്ലിഫൈ. സോ ദ വാല്യൂ ഈസ് 4 ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്നുള്ളത് -1/2 മൈനസ് √3/2 i പ്ലസ് m പ്ലസ് n ഒമേഗ n ഇൻറ്റു -1/2 പ്ലസ് √3/2 i ആണ്. അതാണ് 3. സോ ദ വാല്യൂ വിൽ ബി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇറ്റ് വിൽ ബി -2 അല്ലേ? -2 √3i -2 √3i പ്ലസ് m പ്ലസ് -n/2 പ്ലസ് n √3/2 i ഈക്വൽ ടു 3. ഇപ്പുറത്ത് ഇക്വേറ്റ് ചെയ്യാനായിട്ട് റിയൽ പാർട്ട് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ റിയൽ പാർട്ട് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് അപ്പോൾ -2 പ്ലസ് m -n/2 ഈക്വൽ ടു 3 എന്ന് വരത്തില്ലേ? ആണോ അല്ലയോ? ഇമാജിനറി പാർട്ടിനകത്ത് എന്ത് വരും? -2 √3 പ്ലസ് n √3/2 ഈക്വൽ ടു 0 എന്ന് വരത്തില്ലേ? ആണോ അല്ലയോ? ഇത് അപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐ ക്യാൻ സിംപ്ലിഫൈ ദിസ് വൺ. ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്ത് വരും? 2 √3 ഈക്വൽ ടു n √3/2 ആണോ? അപ്പോൾ 4 √3 ആവും. √3 ക്യാൻസൽ ആവും. 4 എന്ന് വരും. അപ്പോൾ n ഈക്വൽ ടു 4 എന്ന് വരും. n 4 ആണെങ്കിൽ ഇതിനകത്ത് n 4 എന്നിട്ട് കൊടുത്തത് 2 ആണ് അല്ലേ? -4 ആണ്. അപ്പുറത്ത് നിന്ന് 4 ആവും. 4 പ്ലസ് m 7 എന്ന് വരും. സോ m ഈക്വൽ ടു 7 ആൻഡ് n ഈക്വൽ ടു 4. സോ ആൻസർ ഈസ് 11 അല്ലേ? ഇവിടെ കൂട്ടിയാൽ 11 എന്ന് വരും. യെസ്, കറക്റ്റ്. അടുത്തതിലേക്ക് പോവാം. Let the function f of x be strictly increasing. Strictly increasing and decreasing ആയിട്ടുള്ള ഒരു intervals തന്നിട്ടുണ്ട്. So we have to find the value of -infinity, α1, α2, infinity. കണ്ടോ ഈ വാല്യൂസ്? α1, α2, α3, α4, α5, α5 വരെ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെല്ലാം സം ചെയ്ത് സ്ക്വയർ ചെയ്ത് സം ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം we have to find the interval in which this function is strictly increasing. അതാണ് സ്ട്രിക്ട്ലി ഇൻക്രീസ് ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഒന്ന് എഴുതിയേക്കാം. അവർ ഫംഗ്ഷൻ f of x ഈക്വൽ ടു x/3 പ്ലസ് 3/x പ്ലസ് 3 ആണോ അല്ലേ? നമുക്ക് f'(x) കണ്ടുപിടിക്കുക. f'(x) എന്ത് വരും? 1/3 മൈനസ് 3/x ഉണ്ടോ? അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഇൻക്രീസിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എനിക്കറിയാമല്ലോ ഇതിൻ്റെ സ്ലോപ്പിനെ പറ്റി എന്തായിരിക്കും പറയാൻ പറ്റുന്നത്? f'(x) ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 അല്ലേ? ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷൻ എടുക്കാം. അല്ലെ മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ ഇതിന് ഇക്വേറ്റഡ് ടു 0 ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് യൂസ് ദാറ്റ് കണ്ടീഷൻ വിൽ ഗെറ്റ് ദ ആൻസർ. നമുക്ക് ഓരോ ഇൻ്റർവെൽ വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം f'(x) ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷൻ. സോ 1/3 മൈനസ് 3/x² എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. സോ x² മൈനസ് 3 x² മൈനസ് 9 അല്ലേ? ബൈ 3x².
ഗ്രേറ്റർ ദാൻ 0. ഈ ഒരു കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതിയോ? യെസ്. ഇൻക്രീസിങ് ഡിക്രീസിങ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. യെസ്, യു ഹാവ് ടു ജസ്റ്റ് ഫൈൻഡ് ദിസ് കണ്ടീഷൻ. x square minus 9 by 3x square. 3x square എപ്പോഴും പോസിറ്റീവ് ആണ്. യെസ്, ലെറ്റ്സ് ഗോ. ഇത് 9. ഇത് എഫ് ഡാഷ് എക്സ് 0 ആകുന്ന കേസുകളിൽ നമ്മൾ നോക്കണം. എന്തായാലും എഫ് ഡാഷ് എക്സ് 0 ആകുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അവൻ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0, അതോടെ നോക്കാം. ദാറ്റ് ഈസ് 1/3 ഈക്വൽ ടു 3/x സ്ക്വയർ ആണോ അല്ലേ? എക്സ് ഈക്വൽ ടു +or-3യിലാണിത്. യുനോ ദർ ഷുഡ് ബി എ മാക്സിമം ആൻഡ് മിനിമം അറ്റ് +or-3. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് നോക്കാം. ഒബ്വിയസ്ലി ദിസ് കാൺ ബി നെഗറ്റീവ്, സോ ഇത് പോസിറ്റീവ് ആയിരിക്കണമല്ലോ. സോ x square minus 9 ഷുഡ് ബി പോസിറ്റീവ്, അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ. സോ x square ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 9. സോ -3 ലെസ് ദാൻ ഈ എക്സ് ലെസ് ദാൻ 3. -3യുടെയും 3യുടെ ഇടയ്ക്കായി എക്സിൻ്റെ വാല്യൂ കിടക്കാം. സോറി, ഗ്രേറ്റർ ദാൻ 9 ആണല്ലേ. സോറി, ഗ്രേറ്റർ ദാൻ 9 എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് വാല്യൂ? ദാറ്റ് ഈസ് -3 -3 യൂണിയൻ 3 ഇൻഫിനിറ്റിയിലായിരിക്കും നമ്മുടെ എക്സിൻ്റെ വാല്യൂസ് ലൈ ചെയ്യാം. അതേസമയം എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ, എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 മൈനസ് 3/x square ലെസ് ദാൻ 0. ഇത് x square minus 9/3x square should be less than 0. This cannot be negative, so this should be negative. So x square minus 9 should be less than 0. So x square should be less than 9. So -3 less than x less than 3. കണ്ടോ, എക്സിൻ്റെ വാല്യൂ -3യുടെയും 3യുടെ ഇടയ്ക്ക്. സോ ദ വാല്യൂ ഹിയർ വിൽ ബി എന്താണ്? -3, അതാണ് ഇവിടുത്തെ ഇൻ്റർവെൽ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ, ഇവിടെ എക്സിന് എന്താവാൻ പാടില്ല? എക്സ് cannot be 0. സോ ഐ ക്യാൻ സ്പ്ലിറ്റ് ദിസ് ഇൻറ്റു -3, 0 യൂണിയൻ 0, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ്? എക്സ് cannot be 0. ഓൾസോ ഇവിടെ എക്സ് ഉള്ളതുകൊണ്ട് എക്സ് cannot be 0. അപ്പോൾ നമുക്ക് ഈ കാണുന്ന വാല്യൂസ്, അപ്പോൾ ഇവിടുന്ന് α1 α2 എല്ലാം കിട്ടി. വാട്ട് ഈസ് α1? α1 എന്നുള്ള -3, α2 എന്നുള്ളത് 3 ആണ്, α3 എന്നുള്ളത് -3, α4 എന്നുള്ളത് 3, സോറി α4 എന്നുള്ളത് 0, α5 എന്നുള്ളത് 3 ആണ്. എല്ലാം കൂടെ സ്ക്വയർ ചെയ്ത് അങ്ങ് ആഡ് ചെയ്തേ. അപ്പോൾ എന്തായാലും ഇതെല്ലാം 9 ആയിരിക്കും. 9 + 9 + 9 + 9. സോ 36 ആയിരിക്കണം വരേണ്ടത്. ദിസ് ഷുഡ് ബി ദ ആൻസർ അല്ലേ? യെസ്, 36 ഈസ് ദ ആൻസർ. ജസ്റ്റ് പോയിന്റുകൾ കണ്ടുപിടിക്കുക, ഇൻ്റർവെൽസ് കണ്ടുപിടിക്കുക, ദാറ്റ്സ് ഫൈൻ. യെസ്, ഇഫ് എ ആൻഡ് ബി ആർ ടു ഇവൻ സച്ച് ദാറ്റ് പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് തന്നിട്ടുണ്ട്, ബി കോംപ്ലിമെൻറ്റ് ഡിനോട്ട്സ് എ കോംപ്ലിമെൻറ്റ് ഓഫ് ബി, അങ്ങനെയാണെങ്കിൽ പി ഓഫ് ബി ഗിവൺ. കണ്ടീഷണൽ പി ഓഫ് ബി ഗിവൺ എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് കണ്ടോ, ഡിവൈഡ് ബൈ പി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്, പി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ ബി ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് ബി ഇൻ്റർസെക്ഷൻ എ ആണ്. ബി ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈസ് നൾ സെറ്റ്. സോ ന്യൂമറേറ്ററിൽ പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ആണ്, ഡിവൈഡ് ബൈ പി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഉണ്ടോ. അപ്പം നമുക്ക് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കണ്ടുപിടിക്കാം. പി ഓഫ് എ പി ഓഫ് ബി തന്നിട്ടുണ്ട്. അപ്പം ഇത് എ ആണെന്ന് വിചാരിക്കുക, ഇത് ബി ആണെന്ന് വിചാരിക്കുക. പി ഓഫ് എയും പി ഓഫ് ബി തന്നിട്ടുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്താ? എൻ്റെയും ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ഈ സ്ഥലമാണ് തന്നിരിക്കുന്നത്. ഇത് 0.5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? പി ഓഫ് എയിൽ നിന്ന് 0.5 കുറച്ചാൽ പോരെ. പി ഓഫ് എ 0.7, അതിൽ നിന്ന് 0.5 കുറച്ചാൽ ദിസ് ഇസ് 0.2 ആണ് എ ഇൻ്റർസെക്ഷൻ ബി. നമുക്ക് വേണ്ടത് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. വാട്ട് ഈസ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്? എ ബി കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ ബിയുടെ പുറത്തുള്ള സ്ഥലം. എയുമായിട്ട് യൂണിയൻ ചെയ്യുമ്പോൾ ഈ ഒരു സ്ഥലവും കൂടെ വരും അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ബിയുടെ ഈ ഒരു മുറി അങ്ങ് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ചെയ്യേണ്ടത് ടോട്ടൽ എന്തായാലും 1 ആയിരിക്കുമല്ലോ. 1ൽ നിന്ന് എന്ത് കുറയ്ക്കണം? പി ഓഫ് ബി മൊത്തം കുറയ്ക്കരുത്. പി ഓഫ് ബിയിൽ നിന്ന് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഞാൻ കളയുന്ന ഭാഗം കുറച്ച് കളയാം. ദിസ് വിൽ ബി ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ആണോ അല്ലയോ? P
പി ഓഫ് ബിയുടെ വാല്യൂ എത്രയാണ് 0.4. സോ ദിസ് വിൽ ബി 1 മൈനസ് 0.4 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി 0.2 എന്ന് കണ്ടുപിടിച്ചാൽ പറ്റും. സോ 1 മൈനസ് 0.2 ദാറ്റ് ഇസ് 0.8 ആണല്ലേ. സോ എവരി വാല്യൂ ഇസ് ദെയർ. 0.2 by 0.8. ആൻസർ 1/4. 1/4 ഉണ്ട്. സോ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് സെറ്റ് തിയറി യൂസ് ചെയ്ത് വേണം ചെയ്യാൻ. വേറെ അധികം കോംപ്ലിക്കേഷൻ ഒന്നും ആക്കരുത്. സെറ്റ് തിയറി പ്രോബബിലിറ്റിക്ക് അത് യൂസ് ചെയ്ത് ചെയ്യുക. ദാറ്റ്സ് ഓൾ. യെസ്, നെക്സ്റ്റ് വൺ സീക്വൻസിലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒരു പവർ അല്ലേ, ഡിനോമിനേറ്റർ റൈസ് ടു 4 വരുന്ന 2 സീരീസുകളൊക്കെയാണ് തന്നിരിക്കുന്നത്. ഈ സീരീസിൻ്റെ വാല്യൂ π⁴/90 ആണ്. ഇത് ആൽഫയാണ്, ഇത് ബീറ്റയാണ്. ഒബ്വിയസ്ലി ഇതിനകത്ത് എല്ലാ ടേമുകളും ഉണ്ട്. ഇവിടെ കണ്ടോ ഓഡ് ടേംസ് മാത്രമേ ഉള്ളൂ താഴെ 1, 3, 5. ഇവിടെ ഈവൻ ടേംസ് മാത്രമേ ഉള്ളൂ താഴെ. അപ്പം നമുക്ക് ആക്ച്വലി ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ലെറ്റ്സ് പിക്ക് ദിസ് വൺ. ഇത് പിക്ക് ചെയ്തല്ലോ, എഴുതി നോക്കാം. 1/2⁴ പ്ലസ് 1/4⁴ പ്ലസ് 1/6⁴ പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ഈക്വൽ ടു ബീറ്റ. ഇവിടെ നല്ല ഒരു 2⁴ 1/2⁴ ഇങ്ങനെ പുറത്തെടുത്താൽ ദിസ് വിൽ ബി 1/1⁴, 1/2⁴, 1/3⁴. ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് ഇല്ലേ? യെസ്, ദർ വിൽ ബി വാല്യൂസ് അപ് ടു ഇൻഫിനിറ്റി. ഈ വാല്യൂ ആണ് ബീറ്റ എന്ന് തന്നേക്കുന്നത്. വാട്ട് അബൌട്ട് ദിസ് വാല്യൂ? ഇതെന്താണ്? ഇതല്ലേ ആദ്യം തന്നേക്കുന്നത് π⁴/90. ഇപ്പോൾ എന്തിട്ട് കൊടുക്കാം? ദിസ് ഇസ് 1/2⁴ 16 ഇൻറ്റു π⁴/90. ഇതാണ് ബീറ്റ. ബീറ്റ കിട്ടി. ആൽഫ എന്ന് പറയുന്നത് ഈ ടോട്ടലിനകത്തുനിന്ന് ഈവൻ ടേംസ് കുറച്ച് കളഞ്ഞാൽ ഓഡ് ടേംസ് കിട്ടില്ലേ? യെസ്, ടോട്ടലിൽ നിന്ന് ഈവൻ ടേംസ് കുറച്ചാൽ മതി. അപ്പം ടോട്ടൽ എന്നുള്ളത് ആൽഫ എന്നുള്ളത് ടോട്ടൽ മൈനസ് ഈവൻ ആണ്. ടോട്ടൽ മൈനസ് ഈവൻ ടേംസ് ആണ്. അപ്പോൾ ഇത് ടോട്ടലിൻ്റെ വാല്യൂ നമുക്കറിയാം π⁴/90 ഇൻറ്റു 16. ഇതിനകത്തുനിന്ന് ഈവൻ ടേംസ് കുറയ്ക്കണം. ഈവൻ ടേംസ് അല്ലേ ബീറ്റ? ബീറ്റ എന്താ? സോറി, π⁴. ഇവിടെ 16 അല്ലേ, ഇവിടെ 90 ആണ്. π⁴/90 ഇൻറ്റു 16 ആണല്ലോ. ഇതാണ് ആൽഫയുടെ വാല്യൂ. What we have to find? We have to find alpha by beta. Alpha by beta. Alpha by beta. Alpha by beta എന്ത് വരും? π⁴ കോമൺ എടുക്കുക, ഒരു 90 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 1 മൈനസ് 1/16 ആണ്. ഡിവൈഡ് ബൈ π⁴/90 ഇൻറ്റു 16. 90 അങ്ങ് പോയി, π⁴ അങ്ങ് പോയി. 16 മൈനസ് 1 ഈസ് 15/16/1/16 ആണ്. 16 ക്യാൻസൽസ്. ആൻസർ ഇസ് 15. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ ചെയ്യണേ. ഇതൊക്കെ നമ്മൾ ജെയിമെൻസിന് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ. എപ്രാളപ്പെട്ട് ക്വസ്റ്റ്യൻ കളയരുത്. നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ. ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ റൂട്ട്സ് ഓഫ് ഒരു ഇക്വേഷൻ, 2 ഇക്വേഷൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് റൂട്ട്സ് ആണ്. ഓരോന്നിൻ്റെയും റൂട്ട്സിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓരോന്നിൻ്റെ റൂട്ട്സിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. ഓക്കെ, mod x plus 2 the whole square plus mod x minus 2 equal to 0. ഉണ്ടോ? ഈ കാണുന്ന ഇക്വേഷനെയാണ്. ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ഓരോ കണ്ടീഷൻസ് ആക്കി എടുത്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കാം കേട്ടോ. ഓരോ കണ്ടീഷൻസ് ആക്കി എടുത്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കാനായിട്ടുള്ളതേ ഉള്ളൂ. വേണമെങ്കിൽ ഓരോ കണ്ടീഷൻ ആക്കാം. അല്ലെങ്കിൽ ഇയാളെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാനുള്ളൊരു ശ്രമം നമുക്ക് നടത്താവുന്നേ ഉള്ളൂ. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. വാട്ടെവർ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർഗം ആ മെത്തേഡിൽ കൂടെ നമുക്ക് പോകാവുന്നുള്ളൂ. ഒന്നെങ്കിൽ ഇയാളെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഇതിനകത്തൊരു ചെറിയ കറക്ഷനും കൂടെ ഉണ്ട്. ഇത് x-2 ആണ് കേട്ടോ. മൈനസ് ആണ് ഇവിടെ ഞാൻ എഴുതിയതിനകത്ത്. ക്വസ്റ്റ്യനകത്തൊരു ചെറിയ കറക്ഷൻ. ഇത് x-2 ആണ്. ഇത് x-2 ആണെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് ചെയ്യാമെന്നുള്ളത്. x-2 the whole square ആണ്. So this can be written as mod x-2 the whole square plus ഈ mod x-2 എന്നുള്ളതിന് 2 mod x-2 മൈനസ് mod x-2 എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ? കംപ്ലീറ്റ് ദ സ്ക്വയർ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ കംപ്ലീറ്റ് ദ സ്ക്വയർ ആക്കാൻ വേണ്ടി ചെയ്യുന്ന കേട്ടോ. ഇവിടുന്നേ ഞാനൊരു mod x-2 ഇങ്ങനെ കോമൺ എടുത്താൽ
ബാക്കി ഒരു മോഡ് എക്സ് മൈനസ് 2 പ്ലസ് 2. ഇവിടെ നിന്നൊരു മൈനസ് കോമൺ എടുത്താൽ ഇത് മോഡ് എക്സ് മൈനസ് 2 പ്ലസ് 2 അല്ലേ. ഇവിടെ നിന്ന് രണ്ടിൽ നിന്ന് ഒരു മോഡ് എക്സ് മൈനസ് 2 പ്ലസ് 2 ഇങ്ങെടുത്താൽ ദിസ് വിൽ ബി മോഡ് എക്സ് മൈനസ് 2 മൈനസ് 1 അല്ലേ. അപ്പോൾ ഇതിനകത്ത് മോഡ് എക്സ് മൈനസ് 2 ഇത് വാലിഡ് അല്ല, ഇത് മാത്രമേ വാലിഡ് ഉള്ളൂ. സോ മോഡ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 1 ആയിരിക്കും. സോ എക്സ് ഈക്വൽ ടു എന്ത് വരും? 2 പ്ലസ് ഓർ മൈനസ് 1. 2 പ്ലസ് 1 എന്നുള്ളത് 3 വരും, അതായത് 2 മൈനസ് 1 1 വരും. 3 1 ഇവിടുത്തെ വാല്യൂസാണ്. ഓക്കെ ഫൈൻ. ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ആയി. സിമിലർലി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 2 മോഡ് എക്സ് മൈനസ് 3 മൈനസ് 5 ഈക്വൽ ടു 0 ഉണ്ടോ? മൈനസ് 5 ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, രണ്ട് കേസുകളാക്കി എടുക്കാം. 3 വെച്ചിട്ടാണല്ലോ ഇതിൻ്റെ വാല്യൂസ് മാറുക. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. x less than or equal to x less than or equal to 3. 3 കേസുകൾ എടുക്കാം കേട്ടോ. 3 കേസുകൾ. എക്സ് ലെസ് ദാൻ 3 എടുക്കാം. എക്സ് ലെസ് ദാൻ 3 ആകുമ്പോഴത്തേക്കും നെഗറ്റീവ് ആവും. സോ ഇറ്റ് വിൽ ബി എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 3 മൈനസ് 5 ഈക്വൽ ടു 0. സോ ദിസ് വിൽ ബിക്കം എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 6 മൈനസ് 5 ദാറ്റ് ഈസ് മൈനസ് 11 ഈക്വൽ ടു 0. കണ്ടോ? അപ്പോൾ ഇതിനകത്ത് എനിക്ക് ചെയ്യുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ഈസ് പോസിറ്റീവ് ഒബ്വിയസ്ലി. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ എക്സ് ഈസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. 4ൻ്റെ കൂടെ 44 കൂടെ കൂട്ടി 48. ബി എന്ന് പറയുന്നത് 2 ആണ്. മൈനസ് 2 ഡിവൈഡ് ബൈ 2 ആണ്. ഇവിടെ 4 കോമൺ എടുത്തു കഴിഞ്ഞാൽ 12 അല്ലേ. 16 കോമൺ എടുക്കാമല്ലോ 4 16 കോമൺ എടുത്താൽ ബാക്കി റൂട്ട് 3 അല്ലേ ഉള്ളൂ. സോ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 16 4 കോമൺ എടുത്താൽ 4 റൂട്ട് 3 ബൈ 2 ഉണ്ടോ? സോ ഇതിനകത്ത് എക്സിനൊരു വാല്യൂ കിട്ടും. മൈനസ് 2 എക്സിൻ്റെ വാല്യൂസ് ഒന്ന് എഴുതാം. മൈനസ് 1 മൈനസ് 2 റൂട്ട് 3 ഉണ്ട്, മൈനസ് 1 പ്ലസ് 2 റൂട്ട് 3 ഉണ്ട്. രണ്ട് വാല്യൂസ് മൈനസ് 1 മൈനസ് 2 റൂട്ട് 3 ഉണ്ട്, മൈനസ് 1 പ്ലസ് 2 റൂട്ട് 3. രണ്ടും 3 കുറവാണെന്നാണ് നമുക്ക് തോന്നുന്നത്. യെസ്. ഇതിനകത്ത് ഇനിയും സം ഓഫ് സ്ക്വയർസ് ഓഫ് റൂട്ട്സ് മതിയല്ലോ അല്ലേ. ഓരോ വാല്യൂ എടുത്ത് സ്ക്വയർ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യം നോക്കാം. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 3 നമുക്ക് നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് ഈക്വൽ ടു 3 എന്നുള്ള കേസ് നോക്കണം. എക്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ 0 ആകുമോ? 3 0 ആയി പോവും. 3 മൈനസ് 5 9 വാലിഡ് അല്ല. എക്സ് ഈക്വൽ ടു 3 എന്നുള്ളത് വാലിഡ് കേസല്ല. സോ എക്സ് ഗ്രേറ്റർ ദാൻ 3. എക്സ് ഗ്രേറ്റർ ദാൻ 3. എക്സ് ഗ്രേറ്റർ ദാൻ 3 വരുമ്പോഴത്തേക്കാണ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 നിൽക്കാം. ഈക്വൽ ടു 3 വരുമ്പോഴത്തേക്കും ഇത് എങ്ങനെ മാറും? എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ആണോ അല്ല. മൈനസ് 5 ഈക്വൽ ടു 0. സോ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 6 മൈനസ് 5 ഈക്വൽ ടു 0. സോ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഈക്വൽ ടു 0. So x minus 1 the whole square equal to 0. So x equal to 1. X equal to 1 ഈ കണ്ടീഷൻ വാലിഡ് ആണോ? നോ, ദിസ് കണ്ടീഷൻ cannot be taken. This is wrong. ഈ കണ്ടീഷൻ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ആകെ ഈ രണ്ട് കണ്ടീഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ആണോ അല്ലേ? രണ്ട് പോസിബിലിറ്റീസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. വേറൊന്നും നമുക്ക് പോസിബിലിറ്റീസ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ? ഇത് രണ്ട് റൂട്ടായല്ലോ. ഇതിൻ്റെ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഇവിടെ ചെയ്താൽ മതിയാവും. ഇതിൻ്റെ സം ഓഫ് ദ സ്ക്വയേഴ്സ് ചെയ്യാൻ എളുപ്പമാർഗ്ഗമുണ്ട്. കണ്ടോ, ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് റൂട്ട്സ് മതി. എന്തായാലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തായാലും 9 അല്ലേ. സം ഓഫ് സ്ക്വയേഴ്സ് അല്ലേ. 9 പ്ലസ് 1 പ്ലസ് അത് 10 ആയി. ആണോ അല്ലയോ? 10 ആയി. പിന്നെ ഇയാളെ ഒന്ന് സ്ക്വയർ ചെയ്യണമല്ലോ. ഇയാളെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? വാട്ട് ഇസ് വാല്യൂ? 1 പ്ലസ് ഇത് മൈനസ് ആണല്ലോ അല്ലേ. അത് മൈനസ് മൈനസ് പ്ലസ് ആവും. 1 പ്ലസ് 4 റൂട്ട് 3 4 ഇൻറ്റു 3 12 പ്ലസ് 12. ഇതാണ് ഇയാളുടെ സ്ക്വയർ. ഇനി ഇയാളുടെ സ്ക്വയർ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 1 മൈനസ് 4 റൂട്ട് 3 പ്ലസ് 12 30. 24 2 26 സമ്മ് കേട്ടോ. 26 സമ്മ് 26. ആൻസർ 36. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, 36 ഇസ് ദ ആൻസർ. 36 ആൻസർ വരിക. യെസ്, ഒബ്വിയസ്ലി 36. യെസ്, 36 ഇസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ. Let A be a length of the side of a square OABC with O being the origin.
ഒറിജിനാണ്. സൈഡ് OA makes an acute angle alpha with the positive x-axis and the equations of its diagonals are diagonal equation. Then a square, സൈഡിൻ്റെ ലെങ്തിൻ്റെ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? യെസ്. സ്ക്വയറാണ്. ഇപ്പം ഇങ്ങനത്തെ ഒരു സ്ക്വയറാണ്. ഒറിജിൻ, ഒരു സൈഡ് ഒറിജിനാണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വരച്ചതെന്ന് വെച്ചാൽ ഇതൊരു അക്യൂട്ട് ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഇത് ആൽഫ, പോസിറ്റീവ് എക്സ് ആക്സിസ്. ഈ രണ്ട് ഡയഗണൽസിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഡയഗണൽസിൻ്റെ ഇക്വേഷൻ, ഇതൊരു ഡയഗണൽ, ഇതൊരു ഡയഗണൽ. സോ ABC ഒരു ഡയഗണൽ ഇക്വേഷൻ. എന്തായാലും ഇത് രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് കാണുമ്പോഴേ അറിയാം. കാരണം കണ്ടോ, ഓപ്ഷൻസിനെ ദ കോഎഫിഷ്യൻസ് ആർ ഇന്റർചേഞ്ച്ഡ് ആൻഡ് നെഗറ്റീവ് സൈൻ ഇസ് ബ്രോട്ട് ഇൻ ബിറ്റ്വീൻ ദം. ദേ ആർ ടു പെർപെൻഡിക്കുലർ ലൈൻസ് ഒബ്വിയസ്ലി. അപ്പോൾ നമുക്ക് വേണ്ടത് എ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതായിരിക്കും ഈ ഡയഗണൽ പറയാൻ പറ്റും? ഒബ്വിയസ്ലി അത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നതല്ലേ. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിരിക്കും. ദാറ്റ് ഇസ് √3 + 1x + √3 - 1y = 0. ഇതായിരിക്കും നമ്മുടെ അതർ ഇക്വേഷൻ. നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ആംഗിൾ എന്നുള്ളത് 45 ഡിഗ്രിയാണ്. ദിസ് 45 ഡിഗ്രി. അത് യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എനി ഓഫ് ദീസ് ലൈൻസ്. സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ യൂസിങ് സ്ലോപ്പ് പോയിന്റ് ഫോം ഐ ക്യാൻ ഫൈൻഡ് ദ ഇക്വേഷൻ. വി ക്യാൻ സോൾവ് ദ ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ദ പോയിന്റ്. അങ്ങനെ ചെയ്യാവുന്നതാണ്. ദാറ്റ് ഇസ് എ പോസിബിലിറ്റി. അല്ലെങ്കിൽ മെനി അതർ പോസിബിലിറ്റീസ് ആർ ദെയർ. ഇതൊരു പോസിബിലിറ്റിയാണ്. can do like that, maybe we can do like that. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യണം, ഈ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ. ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. ഈ ആംഗിൾ കിട്ടാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇയാളുടെ സ്ലോപ്പ് ഒന്ന് എടുക്കാം. ഇയാളുടെ സ്ലോപ്പ് എന്താ? സ്ലോപ്പ് ഓഫ് OB എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് OB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 + 1 / √3 - 1 മൈനസ് ഉണ്ട് കേട്ടോ. √3 + 1 / √3 - 1. ദിസ് ഈസ് ആക്ച്വലി, ഇതാണ് ടാൻ്റെ വാല്യൂ. ടാൻ്റെ വാല്യൂ ഇങ്ങനെ വരിക എന്ന് വെച്ചാൽ ദിസ് ഇസ് tan 105 ഡിഗ്രി. tan 105 ഡിഗ്രിയാണ് എന്ന് വെച്ചാൽ ഈ ടോട്ടൽ ആംഗിൾ എന്നുള്ളത് 60 ഡിഗ്രിയാണ്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 16 അല്ലേ? സോറി, ഇത് 105 ഡിഗ്രിയാണ്. അപ്പോൾ ടോട്ടൽ ദിസ് വാല്യൂ വിൽ ബി 60. ഇത് 60 ആണ്. ആൽഫ എന്നുള്ളത് 60 ആണ്. ആൽഫ 60 എന്നുള്ള കാര്യം വ്യക്തമാണ്. ആൽഫ 60 ആണെങ്കിൽ എൻ്റെ ടാൻ ആൽഫ എന്നുള്ളത് √3 ആയിരിക്കും. സോ y = √3x എന്നുള്ളതായിരിക്കും അതിൻ്റെ ഇക്വേഷൻ. യു ക്യാൻ സോൾവ് ദ ഇക്വേഷൻസ്. y = √3x. ഈ ഇക്വേഷനായിട്ടൊന്ന് സോൾവ് ചെയ്തേ. ഇറ്റ് വിൽ ബി √3 - 1x. അല്ലേ? ഇഫ് യു ഗെറ്റ് ദ സ്ലോപ്പ് യു ക്യാൻ ഈസിലി ഫൈൻഡ് ദ പോയിന്റ്സ്. വാട്ട് ആർ ദീസ് പോയിന്റ്സ്? ഇത് ഒരു a ഡിസ്റ്റൻസിലല്ലേ. സോ ദിസ് വിൽ ബി a cos 60, a sin 60 അല്ലേ വാല്യൂസ്? a cos 60, a sin 60 അല്ലേ? എന്ന് വെച്ചാൽ ഈ വാല്യൂസ് ഏതൊക്കെയാണ്? a/cos 60 is 1/2, സോ a/2. sin 60 is a √3/2 അല്ലേ? പോസിബിലിറ്റീസ് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഈ വാല്യൂസ് എടുത്ത് ഇത് സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ. സോ അങ്ങനെ ഒരു ഐഡിയയും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. √3 - 1 x is a/2 minus √3 + 1 y is a √3/2 plus 8 √3 = 0. അപ്പോൾ √3 a/2 minus a/2 minus 3a/2 ആണല്ലോ, minus √3 a/2 plus 8 √3 = 0. √3 a/2 കട്ട് ചെയ്തു. minus 4 a/2 ആണ്. ദാറ്റ് ഇസ് 2a. 2a ആണ് 8 √3. 30. a is 4 √3. സ്ക്വയർ ചെയ്തേ 48 വരും. a സ്ക്വയർ 4 √3 സ്ക്വയർ 48 അല്ലേ? ഒരു മെത്തേഡാണ്. This is one method. There are many other methods. I can easily find the equation of this line because this is 45 degree. I know the equation of this line.
If you find the slope, we can take the angle between two lines equation and find the slope of this line, and it will be passing through this point. Any method you can use. This is somewhat simpler, I think. Yes. At the f of x be a positive function. ഒരു ഫംഗ്ഷനാണ്, പോസിറ്റീവ് ഫംഗ്ഷനാണ്. രണ്ട് ഇൻ്റഗ്രൽസ് വന്നിട്ടുണ്ട്, അത് ഇവാലുവേറ്റ് ചെയ്യണം. നോക്കാം, I1 ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം അല്ലേ. I1 ഇൻ്റഗ്രൽ -1/2 തൊട്ട് 1 വരെ 2x f of 2x into 1 minus 2x dx. സോ ഇവിടെ ഞാൻ f of a plus x നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, വി ആർ അപ്ലൈയിങ് f of a plus b minus x ഫോം. അത് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇത് രണ്ടുകൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 1/2. അപ്പോൾ ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? I1 ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 2 ഇൻറ്റു എക്സിന് പകരം എന്ത് എഴുതാം? x plus 1/2 എന്ന് എഴുതില്ലേ? എഴുതാമല്ലോ. യെസ്, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 into f of x plus 1/2, 2 into x plus 1/2 into 1 minus 2 into x plus 1/2 dx. When you simplify the bracket open the integral 2x plus 1 integral 2x plus 1, sorry 2x a plus b minus x. Sir, cut it. One by 2 minus x അല്ലേ? f of 2 into 1/2 minus x ആണോ അല്ലയോ? 1 minus 2 into 1/2 minus x dx. ഇങ്ങനെയാണ് കേട്ടോ. So this will be integral -1/2 to 1. 1 minus 2 into 1/2 is 1 minus 2x. 1 minus 2x into f of, this is 1 minus 2x. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്ത് വരും? 1 minus 1 ക്യാൻസൽ ആയി പോകും, minus 2x അല്ലേ. 1 minus 1, sorry, plus 2x into 2x dx. പിന്നെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചേ. ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് ആഡ് ചെയ്തേ. അപ്പോൾ 2I1 എന്ത് വരും? 2I1 ഇൻ്റഗ്രൽ -1/2 to 1/2, സോറി 1. ഇവർ ക്യാൻസൽ ആകും കേട്ടോ. 2x ഉള്ള ടേംസ് ക്യാൻസൽ ആകും, 1 ഉള്ള ടേം മാത്രമേ ലാസ്റ്റ് ചെയ്തുള്ളൂ കേട്ടോ. f of 1 minus 2x into 2x dx. This is it. നമ്മൾ ആ ഒരു ഫോമിലോട്ട് എത്തിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് കേട്ടോ. അത് x ആണ്. അപ്പോൾ 2xന് വേറെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ we might get the answer. ഇവിടുന്ന് I1 equal to 1/2i integral -1/2 to 1 f of 2x into 1 minus 2x dx. I am putting 2x equal to t. 2xന് പകരം t എന്ന് കൊടുത്താൽ 1/2 into 2xന് t എന്ന് കൊടുത്താൽ ഇതിന് 1/2 വരുമ്പോൾ -1 to 2 ഉണ്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നോക്കിക്കണം, ഇതിൻ്റെ ഡബിൾ കാണുമ്പോഴേ മനസ്സിലാക്കണം ഇതിൻ്റെ ഡബിൾ ആയി കിടക്കുന്നത് കണ്ടോ, അതിന് ഡബിൾ ആയി കിടക്കും. അതുകൊണ്ടാണ് 2xന് t എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇറ്റ് വിൽ ബിക്കം f of, ആണോ അല്ലയോ? 2xന് t എന്ന് കൊടുത്താൽ ഇറ്റ് വിൽ ബി t into 1 minus t dx equal to dt by 2 അല്ലേ, dt by 2. So this will be dt by 2. ആ 2നും കൂടെ വെളിയിലോട്ട് 1/2 ആയിട്ട് എടുക്കാം. സോ ഡമ്മി വേരിയബിൾ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഡമ്മി വേരിയബിൾ കൺസെപ്റ്റ് യൂസ് ചെയ്താൽ this can be written as f of x into 1 minus x dx. കണ്ടോ, ഈ ക്വാണ്ടിറ്റിയാണ് I2. അതാണ് ഇവിടുത്തെ ഐഡിയ. സോ ദിസ് വിൽ ബി I1 equal to 1/4 I2. സോ I2 by I1 എന്താണ്? 4 ആണ്. I2 by I1 എന്ന് പറയുന്നത് 4 ആണ്. യെസ്, I2 by I1 is 4. Next one, a equal to I plus രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. C is a unit vector in the plane of the vectors a and b and perpendicular to a. അപ്പം C എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും പ്ലെയിനിലായതുകൊണ്ട് എനിക്ക് C can be written as a plus lambda b ആണല്ലോ. കോമ്പിനേഷൻ ആയിട്ട് എഴുതാം, ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ്. ആൻഡ് പെർപെൻഡിക്കുലർ ടു എ എന്നാണ്. അപ്പം ഇതുമായിട്ട് C പെർപെൻഡിക്കുലർ ടു എ ആണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ഡോട്ട് ചെയ്യാം. ഡോട്ട് ചെയ്യുമ്പം
പെർപെൻഡിക്കുലർ ടു എ ഉണ്ട്. എ ഡോട്ട് സി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആണോ അല്ലയോ? ഡോട്ട് ചെയ്തേ. എ ഡോട്ട് സി ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? എ പ്ലസ് ലാംഡ ബി. എ ആയിട്ട് ഡോട്ട് ചെയ്യാം, 0 ആയിരിക്കും. എ ഡോട്ട് എ മോഡ് എ സ്ക്വയർ ആയിരിക്കും. പ്ലസ് ലാംഡ ഇൻറ്റു ബി ഡോട്ട് എ. പഠിച്ചാലേ ബി ഡോട്ട് എ പറഞ്ഞേ 2 + 2 - 1 ഈക്വൽ ടു 0. വാട്ട് ഈസ് മോഡ് എ? മോഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 1 5 1 6. 6ൻ്റെ സ്ക്വയർ 6 റൂട്ട് 6. റൂട്ടാറിൻ്റെ സ്ക്വയർ 6 പ്ലസ് ലാംഡ ഇൻറ്റു 3 ഈക്വൽ ടു 0. അപ്പോൾ ലാംഡ ഈക്വൽ ടു എത്ര വരും? -2. ലാംഡ ഈക്വൽ ടു -2. ലാംഡ ഈക്വൽ ടു -2 വന്നു. ലാംഡ ഈക്വൽ ടു -2 എന്ന് വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ വെക്ടർ ഈസ് അവർ വെക്ടർ ഈസ് a minus 2b ആണ്. a minus 2b ആണ്. എയിൽ നിന്ന് 2b കുറച്ച് നോക്കിയാൽ മതി. എയിൽ നിന്ന് 2b 4 കുറച്ചാൽ -3 വരും. -3 i ക്യാപ്പ് വരും. പിന്നെ 2jയിൽ നിന്ന് j 2 times i കുറച്ചാൽ j കാണത്തില്ല. ഇപ്പോൾ j ഇല്ലാത്ത ഓപ്ഷൻ ഏതാ? ആൻസർ യെസ്. ബാക്കിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട, j ഇല്ലാത്ത ഓപ്ഷൻ നോക്കിയാൽ മതി. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് വൺ. ലെറ്റ് ദി എലിപ്സ് പാസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഇയാളുടെ സെൻറ്റർ ഏതാ? സെൻറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 2 അല്ലേ ഇയാളുടെ സെൻറ്റർ. 1 2 കൂടെ പാസ് ചെയ്യുന്ന ഒരു എലിപ്സ് ഓഫ് റേഡിയസ് ആർ. സർക്കിളിൻ്റെ റേഡിയസ് ആണല്ലേ ആർ എന്നൊക്കെയാണ്. F1 and F2 be the focal distances of the point C on the ellipse. എലിപ്സിലെ 2 പോയിന്റിൽ നിന്നുള്ള ഫോക്കൽ ഡിസ്റ്റൻസുകളാണ് F1 ആൻഡ് F2. റേഡിയസ് വന്നിട്ടുണ്ട്, ഫോക്കൽ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പം എലിപ്സിൻ്റെ ഇക്വേഷൻ വേണം നമുക്ക്. അപ്പോൾ എലിപ്സ് ഇയാൾ ഇതുവഴിയല്ലേ പാസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് ശരിയാക്കി എടുക്കാം. 3x² + py² = 4. സോ ഐ ക്യാൻ ഡിവൈഡ് വിത്ത് 4. അപ്പോൾ എന്ത് വരും? x² / 4/3 വരും. ഉണ്ടോ? പ്ലസ് y² / 4/p വരും ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ എലിപ്സിൻ്റെ ഇക്വേഷൻ. ഇത് 1 2 കൂടെ ഒബ്വിയസ് ആയിട്ട് പാസ് ആവും. അതുകൊണ്ട് എന്ത് വരും? 1/4/3 പ്ലസ് 2² 4 അല്ലേ, 4/4/p 4 ഈക്വൽ ടു 1. ഇപ്പോൾ 3/4 പ്ലസ് p ഈക്വൽ ടു 1 ആണോ? p ഈക്വൽ ടു 1/4. p 1/4 എന്ന് വരും. സോ വാട്ട് ഈസ് ഇക്വേഷൻ? വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ? വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് ദി എലിപ്സ്? എലിപ്സിൻ്റെ ഇക്വേഷൻ എന്ത് വരും? x² / 4/3 പ്ലസ് y² / p 1/4 ആയതുകൊണ്ട് 16 വരും ഒരിക്കലേ ഈക്വൽ ടു 1. സോ ഇങ്ങനെയുള്ളൊരു എലിപ്സാണ് കേട്ടോ. ഇങ്ങനെ വെർട്ടിക്കൽ എലിപ്സാണ്. കാരണം ഇതല്ലേ കൂടുതൽ വെർട്ടിക്കൽ എലിപ്സാണ്. ഓക്കെ. അപ്പോൾ എലിപ്സിൻ്റെ ഇക്വേഷൻ ആയി. ഇനി ഫോക്കൽ ഡിസ്റ്റൻസുകൾ കണ്ടുപിടിച്ചാൽ മതി. യെസ്. F1 F2 ഇത് ഫോക്കൽ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് C ഓൺ ദ എലിപ്സ്. അപ്പോൾ ഫോക്കൽ ഡിസ്റ്റൻസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും. യെസ്. ഫോക്കൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് വിൽ യു നീഡ്? C എന്നുള്ള പോയിന്റിന് നമുക്കറിയാം ചെയ്യാം. C is HK ഇങ്ങനെ എടുക്കാം. HK എന്ന സീനെ എടുക്കാം. ഫോക്കൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എക്സെൻട്രിസിറ്റി മനസ്സിലാവണം. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ √ 1 - a² / b² ആണ്. ദാറ്റ് ഈസ് 4/3/16. ഉണ്ടോ? ഇത് കട്ടായി പോകും. മിച്ചം അവിടെ 4 ഉള്ളൂ. 1 that is equal to √11/12 ആണ് ഈയുടെ വാല്യൂ. കിട്ടി കഴിഞ്ഞാൽ ഫോക്കൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാലോ. ഫോക്കൽ ഡിസ്റ്റൻസ് b ± e. ഇത് y കോർഡിനേറ്റ് അല്ലേ, വെർട്ടിക്കൽ ആക്സിസ് ആയതുകൊണ്ട് b ± e × k കണ്ടുപിടിക്കണം. അതാണ് k. നമുക്ക് പോയിന്റ്സ് ഉണ്ട്. k എന്ന് പറഞ്ഞാൽ അതിൻ്റെ y കോർഡിനേറ്റ് ആണല്ലോ. അപ്പോൾ ആ വാല്യൂ കണ്ടുപിടിക്കണം. F1 F2. ഓക്കെ. യെസ്. r = b എന്ന് പറയുന്നത് 4 ആണ്. b² 4 e × k. y കോർഡിനേറ്റ് ഇസ് ഒബ്വിയസ്ലി 2. ഓക്കെ. അപ്പോൾ ബി എന്ന് പറയുന്നത് ഇവിടെ 4 അല്ലേ. ബി എന്ന് പറയുന്നത് 4 ആണല്ലോ. നമുക്ക് വേണ്ടത് F1 F2 ആണ്. ഇപ്പോൾ F1 എന്ന് പറയുന്നത് b ± ek ആണ്. ബിയുടെ വാല്യൂ 4 ആണ്. 4 ± ഇയുടെ വാല്യൂ √11/12 അല്ലേ × k. ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇത് രണ്ടും കൂടെ F1 രണ്ട് വാല്യൂസ്. ഇപ്പോൾ F1ൻ്റെ വാല്യൂ ഇതായിരിക്കും 4 + √11/12 × 2.
ഈ F2 എന്ന് പറയുന്നത് 4 മൈനസ് റൂട്ട് 11/12 ഇൻറ്റു F1 ഇൻറ്റു F2 ചെയ്യണം, എന്നിട്ട് വേണം സിംപ്ലിഫൈ ചെയ്യാൻ. അപ്പോൾ ആദ്യം ഇയാളെ വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇയാളെന്ന് സിംപ്ലിഫൈ ചെയ്യാന്ന് വെച്ചാൽ F1 F2 മൈനസ് R വേണമല്ലേ. അപ്പോൾ ഇത് 12-ന് 4 എടുക്കാം. സോ F1 ഈക്വൽ ടു 4 പ്ലസ് 12 4 വെളി വന്നേ, 4 2 ആയിട്ട് വെളിയിൽ നിന്ന് ക്യാൻസൽ ആയി പോകും. സോ ദാറ്റ് ഇസ് റൂട്ട് 11/3 എന്നായിരിക്കും. F2 എന്ന് പറയുന്നത് എന്താ, 4 മൈനസ് റൂട്ട് 11/3 ആയിരിക്കും. A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി, A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, 16 മൈനസ് 11/3 ഉണ്ടോ. 6 മൈനസ് റേഡിയസ് എത്രയാണ് നമ്മൾ പറഞ്ഞേ, റേഡിയസ് ഓഫ് ദ സർക്കിൾ റൂട്ട് ഓഫ് G സ്ക്വയർ പ്ലസ് F സ്ക്വയർ മൈനസ് C. ദാറ്റ് ഈസ് 1 പ്ലസ് 4 5 മൈനസ് പ്ലസ് 11 16 4 ആയിരിക്കും റേഡിയസ് വരിക അല്ലേ. യെസ്. ഈ വാല്യൂ എത്ര വരും, 6 ഇൻറ്റു മൈനസ് 4 വരും. ദിസ് ഇസ് വാല്യൂ. സോ ദാറ്റ് ഇസ് 16 48 മൈനസ് 11 ദാറ്റ് ഇസ് 35/3. 2 into 35 70 sorry this is 48 minus 11 that is 37 എന്ന് വെച്ചാൽ അതിൻ്റെ ഡബിൾ 74 മൈനസ് 4 70 വരും ആണോ അല്ലേ. 70 ആയിരിക്കും എൻ്റെ ആൻസർ വരിക. 70 is the answer. Is there any option 70? Yes, 70 ആൻസർ വരിക. അപ്പോൾ ഇതിനകത്ത് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കേണ്ടതുണ്ട്, ആ ഒരു പ്രോസസ്സ് ഉണ്ട്. ഇനിയും ബിയുടെ വാല്യൂ അറിയാലോ, ബിയുടെ വാല്യൂ ഇവിടുന്ന് ദിസ് ഇസ് 4 സ്ക്വയർ, അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടും. ഇത് ഇങ്ങനത്തെ ഒരു എലിപ്സ് ആയതുകൊണ്ട് കേട്ടോ, ഇങ്ങനത്തെ ഒരു എലിപ്സാണ്. സോ വെർട്ടിക്കൽ എലിപ്സാണ്. സോ അല്ലെങ്കിൽ A പ്ലസ് ഓർ മൈനസ് ഇക്കാൻ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഇത് B പ്ലസ് ഓർ മൈനസ് ഇക്കാൻ ചെയ്യണം. ഓക്കെ എന്ന് ചെയ്തു, നമുക്ക് വാല്യൂ കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ്സ് ഓൾ, യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ. യെസ്. ദി ഇൻറ്റഗ്രൽ -1 to 3/2 pi square x sin pi x dx ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. പൈ സ്ക്വയറിനെ ഞങ്ങൾ വെളിയിൽ ഇറക്കിയാലോ. പൈ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ -1 to 3/2 x sin pi x dx. x sin pi x dx ഇതാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂവും സൈൻ പൈ എക്സിൻ്റെ വാല്യൂ രണ്ടുപേരുടെയും വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ എക്സ് മോഡ് എക്സ് ഉണ്ട്, മോഡ് എക്സ് ഇൻറ്റു സൈൻ പൈ എക്സ് ഉണ്ട്. അപ്പോൾ സൈൻ പൈ എക്സിൻ്റെ മോഡുലസ് അത് ഇൻറ്റു എക്സ്. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കണം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി എവിടെ വെച്ചിട്ടാണ് എക്സിൻ്റെ വാല്യൂ 0-ൽ വെച്ചൊരു സ്പ്ലിറ്റ് ഉണ്ടാവും ആണോ അല്ലയോ. 0-ൽ വെച്ച് വാല്യൂസ് മാറും. സൈൻ പൈ എക്സിൻ്റെ വാല്യൂ, സൈൻ പൈ എക്സിൻ്റെ ഗ്രാഫ് അറിയാമെന്നായിരിക്കും. സൈൻ പൈ എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഗ്രാഫാണ്, സൈനിൻ്റെ ഗ്രാഫ് തന്നെ. പീരീഡ് എന്ന് പറഞ്ഞാൽ 2 വരും, ഇത് 1 ആയിരിക്കും സൈൻ. സോ ദിസ് ഇസ് -1. മോഡുലസ് എടുക്കുമ്പോൾ മുകളിലോട്ട് വരും. അപ്പോൾ രണ്ടും ഈക്വലൻ്റ് ആയിട്ടുള്ള പാർട്ടുകളായിട്ട് മാറേണ്ടതാണ്. യെസ്, ദേ ആർ 2 ഈക്വലൻ്റ് പാർട്സ്. സോ ഐ ക്യാൻ സ്പ്ലിറ്റ് ദം ഇൻറ്റു പൈ സ്ക്വയർ ഇൻറ്റു ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ -1 to 0. എക്സിൻ്റെ വാല്യൂ അപ്പോൾ -1 to 0 നെഗറ്റീവ് ആയിരിക്കും, സൈൻ പൈ എക്സിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി എക്സ് സൈൻ പൈ എക്സ് പ്ലസ് എക്സ് പോസിറ്റീവ് ആയിരിക്കും, സൈൻ പൈ എക്സ് പോസിറ്റീവ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി 0 to 1 വരെ കഴിയുമ്പോൾ നെഗറ്റീവ് ആയി പോകും കേട്ടോ. എക്സ് സൈൻ പൈ എക്സ് ഡി എക്സ് ആയിരിക്കും. പ്ലസ് പിന്നെ 1 തൊട്ട് 3/2 വരെ, 1 തൊട്ട് 3/2 വരെ അപ്പം നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഇസ് മൈനസ് എക്സ് സൈൻ പൈ എക്സ് എന്താ. സോ ഒബ്വിയസ്ലി ഈ രണ്ട് ഏരിയാസും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ 2 times ആക്കി എഴുതാൻ വേണമെങ്കിൽ, കാരണം 0 to 1 കണ്ടോ, ഈ പാർട്ട് ഐഡൻറ്റിക്കൽ പാർട്ടുകളാണ്. അപ്പം 2 times ആക്കാം. സോ ഇറ്റ് വിൽ ബി പൈ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 1 ചെയ്താൽ പോരെ. 2 times ഇൻറ്റഗ്രൽ 0 to 1 എക്സ് സൈൻ പൈ എക്സ് ഡി എക്സ് മൈനസ് ഇൻറ്റഗ്രൽ 1 to 3/2 കേട്ടോ എക്സ് സൈൻ പൈ എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് എക്സ് സൈൻ പൈ എക്സ് ഡി എക്സ് കിട്ടിയാൽ പണി എളുപ്പമാകും. അപ്പോൾ എക്സ് സൈൻ പൈ എക്സ് ഡി എക്സ് മാത്രം ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ വാല്യൂസ് എടുത്ത് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഇൻറ്റഗ്രൽ എക്സ് സൈൻ പൈ എക്സ് ഡി എക്സ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ഇയാൾ എടുക്കാം, എക്സിനെ എടുക്കാം. ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഇത് എന്തിൻ്റെ ഇൻറ്റഗ്രലാണ്, കോസ് ഇൻറ്റു കോസ് പൈ എക്സ് ബൈ പൈ വരും, ഒരു മൈനസ് ഇട്ടണം. മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്നുള്ള അറിയത്തില്ല, സൈൻ്റെ ഇൻറ്റഗ്രൽ എന്നുള്ള എന്തായിരിക്കും, കോസ് പൈ എക്സ് ബൈ പൈ ഐ ഡി എക്സ്.
So it will be minus x cos pi x by pi. Cos എന്നുള്ള സൈൻ്റെ ആണ്. സോ 1 by പ്ലസ് 1 by പൈ സ്ക്വയർ വരും. ഇത് സൈൻ പൈ എക്സ് വരും. സോ ദിസ് ഈസ് ദി ഇൻ്റഗ്രൽ. ഈ ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം 0 to 1 ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ആദ്യം ഓരോരോ വാല്യൂ വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 ഇട്ട് കൊടുത്താലോ? 0 to 1 ഇടാം. 0 അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 1 ഇട്ട് കൊടുക്കുമ്പം കോസ് പൈ ആണ്. കോസ് പൈ എന്നുള്ള -1 ആണ്. സോ 1 ഇട്ട് കൊടുക്കുമ്പോൾ ദിസ് വിൽ ബി മൈനസ് കോസ് പൈ ഇസ് -1. സോ 1 by പൈ പ്ലസ് ഇത് സൈൻ പൈ. 1 ഇട്ട് കൊടുത്താൽ സൈൻ പൈ 0. സോ ഇത് കാണത്തില്ല. -0 ഇട്ട് കൊടുത്താൽ ഇത് 0 ആയി പോകും. അത് 0 മൊത്തം 0 ആയി പോകും. 1 by പൈ മാത്രമേ വരത്തുള്ളൂ. ഇവിടെ എന്ത് എഴുതാം? ദിസ് വിൽ ബി പൈ സ്ക്വയർ ഇൻറ്റു 2 times 1 by പൈ മൈനസ് ഇയാളുടെ വാല്യൂം കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം 3/2 ഇട്ട് കൊടുക്കാം. 3/2 ഇട്ട് കൊടുക്കുമ്പോൾ എന്തൊരു മൈനസ് 3/2 കോസ് 3π/2 എത്രയാണ്? കോസ് 3/2 0 അല്ലേ? ഇത് 0 ആയിട്ട് വേണം. സൈൻ 3/2 is -1. So it's minus പൈ സ്ക്വയർ. -1 by പൈ സ്ക്വയർ. ഇനിയും 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കോസ് പൈ. കോസ് പൈ എന്നുള്ളത് -1 ആണ്. സോ അഗൈൻ ഇറ്റ് വിൽ ബി -1. -1 is +1. 1 by പൈ കേട്ടോ. 1 by പൈ -1 പ്ലസ് ഇത് 1 ഇട്ട് കഴിയുമ്പോഴത്തേക്കും സൈൻ പൈ ദാറ്റ് ഇസ് 0. സോ ദിസ് ഇസ് ദ വാല്യൂ. മൈനസ് ഇതിനകത്ത് വാല്യൂ ഇട്ട് കൊടുക്കാം. -1 by പൈ സ്ക്വയർ. -1 by പൈ സ്ക്വയർ -1 by പൈ. സോ പൈ സ്ക്വയർ ഇൻറ്റു 2 by പൈ 3 by പൈ ആവും. പ്ലസ് 1 by പൈ സ്ക്വയർ. സോ 3π + 1 അങ്ങനെയൊക്കെയുണ്ടോ ഓപ്ഷൻ? 3π 1 + 3π. യെസ്, ദാറ്റ് ഇസ് ആൻസർ. 1 + 3π ഇസ് ദ ആൻസർ. യെസ്, 1 + 3. 12ാമത്തെ ക്വസ്റ്റ്യൻ. എ ലൈൻ പാസിംഗ് ത്രൂ A0 ആണ് കേട്ടോ. A0 makes an angle alpha with the positive x-axis. Let this line be rotated at a point P through an angle α/2. അപ്പോൾ ആൽഫ ഉള്ളൊരു ലൈനാണ്. α/2 തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് about the point P. In the new position, the slope of the line is 2 minus √3 and the distance from the origin is 1 by √2. കുറേ ക്വാണ്ടിറ്റീസ് ഉണ്ട്, നമുക്കെല്ലാം വരച്ച് വെക്കാം. ഇത് കണ്ടോ, ഒരു ലൈനിൻ്റെ ആൽഫയിലുള്ള ഏതാ പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ, ദാറ്റ് ഇസ് A0 കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ്. ഈ ലൈൻ തിരിച്ച് റൊട്ടേറ്റ് ചെയ്തു ഒരു α/2. ക്ലോക്ക് വൈസ് ആയതുകൊണ്ടാണ് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത്. കണ്ടോ, തിരിച്ചൊരു α/2 ഇങ്ങോട്ട് കറക്കി. അപ്പോൾ α/2 കറക്കി, ദിസ് ആംഗിൾ വിൽ ബി α/2. ഇൻ ദ ന്യൂ പൊസിഷൻ ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഈസ് 2 minus √3. അപ്പോൾ ഇവിടുത്തെ 2 minus √3 ആണ് ഇപ്പോഴത്തെ സ്ലോപ്പ്. ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ഈസ് 1 by √2. ഇപ്പോൾ സ്ലോപ്പ് ഉണ്ട് 2 minus √3. അപ്പോൾ വാട്ട് ഈസ് ദി ഇക്വേഷൻ? ക്യാൻ യു ടെൽ മീ വാട്ട് ഈസ് ഇക്വേഷൻ? y minus 0 equal to 2 minus √3 into x minus 0, sorry, y minus y1 x minus a. So y equal to 2 minus √3 x minus 2 minus √3 a. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ലൈൻ്റെ ഇക്വേഷൻ. ഇങ്ങനെയായി. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഈസ് 1 by √2. അപ്പോൾ 1 by √2 എന്നുള്ള എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒറിജിനൽ ഡിസ്റ്റൻസ് ആയിട്ട് 2 0 ആയി പോകും. സോ ഇറ്റ് വിൽ ബി 2 minus √3a ആണോ അല്ല, ഡിവൈഡ് ബൈ √(a² + b²), ദാറ്റ് ഈസ് √(1 + 2 minus √3) സ്ക്വയർ എന്ന് പറഞ്ഞാൽ
4 minus 2 root 3, 4 minus 4 root 3 plus 3 ആണ്. So this is 1 by root 2 equal to ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 minus root 3 തന്നെയല്ലേ? ഈ റൂട്ട് എന്നുള്ളത് എന്ത് വരും? റൂട്ടിനകത്തുള്ള ക്വാണ്ടിറ്റി that will be 1 plus 4 is 5, 5 plus 3 is 8, 8 minus 4 root 3 root of, വേണമെങ്കിൽ 4 കോമൺ എടുത്ത് കളഞ്ഞാൽ that is 2 minus root 3, 4 കോമൺ എടുത്ത് 2 ആയിട്ട് ഇളക്കും, 2 into root 2 minus root 3 എന്നാവും. അപ്പോൾ ഇത് ഇതിൻ്റെ 2 minus root 3, root 3 ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. This will be root 2 minus root 3 by 2a. ഇപ്പോൾ ഇത് root 2 ക്യാൻസൽ ചെയ്യുക, ഇവിടെ ഒരു root 2 വരും. a ഈക്വൽ ടു എന്ത് വരും? root of 2 divided by 2 minus root 3. This is the value of a. നമുക്ക് ഈ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം അല്ലേ? ആൽഫയെ പറ്റി കണ്ടുപിടിക്കണം. ആൽഫ എത്രയാണ്? ഇത് 2 minus root 3 ആണെങ്കിൽ this is tan 2 minus root 3 വാല്യൂ ഇത്ര 2 minus root 3 15 ഡിഗ്രി ആണ്. ദിസ് ഇസ് 15 ഡിഗ്രി. ഇത് 15 ഡിഗ്രി കേട്ടോ. ടോട്ടൽ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 3 ഇൻറ്റു എ സ്ക്വയർ എന്നുള്ളത് 2 by 2 minus root 3 ഇൻറ്റു ടാൻ സ്ക്വയർ ആൽഫ 1 by root 3യുടെ സ്ക്വയർ ആയിരിക്കും. ഇത് ടോട്ടൽ 30 അല്ലേ? 1 by root 3യുടെ സ്ക്വയർ 1 by 3 minus 2 root 3. ഇത് സിംപ്ലിഫൈ ചെയ്യണം. then you will get the answer. ഈ 2 minus root 3 എന്നുള്ള ആളെ വേണേൽ ന്യൂമറേറ്ററിൽ കൊണ്ടുവന്നിട്ടേ 2 plus root 3 ആക്കി മാറ്റുകയും ചെയ്യാം. കോഞ്ചുഗേറ്റ് അല്ലേ? 3 കട്ടായി പോകും. 4 plus 2 root 3 minus 2 root 3. ക്വസ്റ്റ്യൻ ഈസ് ബ്യൂട്ടിഫുൾ കേട്ടോ. ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ആൻസർ 4 എന്ന് കിട്ടും. സ്ട്രേറ്റ് ലൈനിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നല്ല ക്വസ്റ്റ്യനാണ്. സ്ട്രേറ്റ് ലൈനിൽ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ ആയി കേട്ടോ ഇപ്രാവശ്യം. 2 ക്വസ്റ്റ്യൻ. There are 12 points in a plane, no 3 of which are in the same straight line. ടോട്ടൽ 12 പോയിന്റ്സ് ഉണ്ടല്ലേ? ഒന്നും ഒരു സ്ട്രേറ്റ് ലൈൻ എന്ന് വെച്ചാൽ കൊളീനിയർ അല്ല എന്ന്. എക്സെപ്റ്റ് 5 പോയിന്റ് വിച്ച് ആർ കൊളീനിയർ. ഇതിന് 5 എണ്ണം കൊളീനിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വിച്ച് ക്യാൻ ബി ഫോംഡ്. ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ NC3 അല്ലേ? NC3 ആണ്. 3 എണ്ണം സെലക്ട് ചെയ്താൽ മതി. 12 പ്ലെയിനിൽ നിന്ന് 3 എണ്ണമെങ്കിൽ സെലക്ട് ചെയ്യും. 5 എണ്ണത്തിന് ഞാൻ കുറച്ചാൽ മതി 5C3. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ കൊളീനിയർ അല്ല. ഇവർ കാരണം ട്രയാങ്കിൾ ഉണ്ടാകത്തില്ല. അപ്പോൾ ടോട്ടൽ ഇത്രയും ട്രയാങ്കിൾ ഉണ്ടാകും. 12C3 ദാറ്റ് ഈസ് 12 into 11 into 10 divided by 1 into 2 into 3. 5C3 is 10 minus 10. അപ്പോൾ ഇത് ക്യാൻസൽ ആയി 2. ദാറ്റ് ഈസ് 22 10 220 minus 10 210 ആണ് ആൻസർ. ദിസ് വാസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ ഫ്രം പെർമ്യൂട്ടേഷൻ. ഐ തിങ്ക് ഇറ്റ് ഈസ് എ മോസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫ്രം പെർമ്യൂട്ടേഷൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ആകെയുള്ള കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ 12 പോയിന്റ് ഉണ്ട്. ഇതിനകത്ത് 5 എണ്ണം കൊളീനിയർ ആണ്. 12 പോയിന്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം ട്രയാങ്കിളുകൾ വരച്ചു. അത് 12C3 ആണ്. ഇതിനകത്തുനിന്ന് ഇവർ കാരണമുള്ള ട്രയാങ്കിൾസ് കുറച്ച് കളയുക. ബിക്കോസ് കൊളീനിയർ പോയിന്റ്സ് കാനോട്ട് ഫോം എനി ട്രയാങ്കിൾ. അപ്പം കുറച്ച് പറഞ്ഞാൽ മതി. ദാറ്റ്സ് ഓൾ. യെസ്, ദിസ് എ കോംപ്ലക്സ് നമ്പർ ക്വസ്റ്റ്യൻ. a ഈക്വൽ ടു തീറ്റ ബിലോങ്സ് ടു 0 to π ഈക്വൽ ടു 1 plus 10 into റിയൽ. ഉണ്ടോ? ഒരു ഇക്വേഷനാണ്. നോക്കാം. real of 2 cos theta plus I sin theta divided by cos theta minus 3I sin theta equal to 0. So ഇവിടെ നിന്ന് real of 2 cos theta plus I sin theta divided by cos theta minus 3I sin theta equal to minus 1 by 10 എന്ന് വരും. minus 1 by 10 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇയാളുടെ റിയൽ പാർട്ട് കണ്ടുപിടിക്കണം. റിയൽ പാർട്ട് കണ്ടുപിടിക്കാനായിട്ട് വി ക്യാൻ മൾട്ടിപ്ലൈ വിത്ത് കോഞ്ചുഗേറ്റ്. കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ ഇയാളെന്ന്. ആദ്യം നമുക്ക് ഈ കോംപ്ലക്സ് നമ്പറിനെ മാത്രം ഇങ്ങോട്ട് എടുക്കാം. ലെറ്റ്സ് ടേക്ക് ദിസ് കോംപ്ലക്സ് നമ്പർ അലോൺ ആൻഡ് വി ക്യാൻ ടേക്ക് ദ കോഞ്ചുഗേറ്റ്. കോഞ്ചുഗേറ്റ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എന്നുവെച്ചാൽ മേളിലും താഴെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു കോസ് തീറ്റ പ്ലസ് 3I sin തീറ്റ, ഒരു കോസ് തീറ്റ പ്ലസ് 3I sin തീറ്റ ഉണ്ട്. യു ഹാവ് ടു മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. സോ ദിസ് വിൽ ബിക്കം റിയൽ പാർട്ട് മാത്രം മതി കേട്ടോ. നമുക്ക് റിയൽ പാർട്ട് മാത്രം മതി. സോ ദിസ് വിൽ ബി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഊപ്പർ ന്യൂമറേറ്ററിൽ 2 cos square തീറ്റ പ്ലസ് 6I sin തീറ്റ കോസ് തീറ്റ പ്ലസ്
I sin theta cos theta minus 3 sin square theta divided by cos square theta plus 9 sin square theta. നമുക്ക് ഇത് വേണ്ട കേട്ടോ, ഇത് വേണ്ട, നമുക്ക് റിയൽ പാർട്ട് മതി. അപ്പോൾ 2 cos square theta അത് മാത്രം നമ്മളെടുത്ത് ഇക്വേറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ, റിയൽ പാർട്ട് മാത്രമേ ഇക്വേറ്റ് ചെയ്യുന്നുള്ളൂ. ഇല്ല പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമ്മളോട് പറഞ്ഞേക്കുന്ന കണ്ടീഷൻ മാത്രമേ യൂസ് ചെയ്താൽ മതി. അപ്പോൾ 2 cos square theta minus 3 sin square theta divided by cos square theta plus 9 sin square theta equal to minus 1/10. Cross multiply and simplify. അപ്പോൾ 20 cos square theta minus 30 sin square theta equal to minus cos square theta minus 9 sin square theta എന്നാണ്. കണ്ടോ, ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ. അപ്പോൾ ഇതിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 21 cos square theta കണ്ടോ, cos squareനെ ഇപ്പുറത്ത് റൈറ്റിൽ കൊണ്ടു കഴിഞ്ഞാൽ 30 അപ്പുറത്തോട്ട് പോയാൽ 21 sin square theta ആണ്. അപ്പം sin square theta by cos square theta equal to 1 അല്ല tan square theta equal to 1 എന്ന്. tan square theta equal to 1. tan square theta equal to 1 ആകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? π/4 1 ആവും, 3π/4 എന്ന് വെച്ചാൽ π - π/4 1 ആവും. പിന്നെ അടുത്തത് π + π/4 5π/4 അല്ലേ. പിന്നെ ആകാൻ പറ്റുന്ന ഏതാ? 2π - π/4. 7π/4 വരും. ഇത്ര സ്ഥലത്ത് അത് വേണം. ഇവരെല്ലാം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. എന്തായാലും എന്ത് ആഡ് ചെയ്താലും π² 16 കാണുമല്ലോ. മിച്ചമുള്ള തന്നെ 1 + 9 + 25 + 49. ഇത് 50 ആണേ, ഇവർ രണ്ടുപേരുടെ 50 ആവും. 15 25 75 9 75 + 9 is 84. π² 16 × 84. എട്ടാനും തട്ടാനും ഒക്കെ എന്തെങ്കിലും ഉണ്ടോ? 27 × 2 4 വെച്ച് കെട്ടിയതേ. 50 × 75 75 9 84 ഉള്ളൂ. 84 4 കൊണ്ട് കട്ട് ചെയ്യാം. ഓ അത് 21 ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇത് മാത്രം ഫോക്കസ് ചെയ്യാം. 21 ഓപ്ഷൻ ഉണ്ട്. ശരിയാ. That's all. 15ാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് എ തന്നിട്ടുണ്ട്. ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ എ ഡിഫൈൻഡ് ബൈ XY ബിലോങ്സ് ടു ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് മാക്സിമം ഓഫ് XY എന്ന് പറയുന്നത് 3 4 ആയിരിക്കും. എന്ന് വെച്ചാൽ 2 നമ്പറിൻ്റെ ഓർഡേഡ് പെയർ എടുത്തു കഴിഞ്ഞാൽ അതിലെ മാക്സിമം 3 or 4 ആയിരിക്കണം എന്നാൽ മാത്രം ഇവർ നമ്മുടെ റിലേഷനകത്ത് ഉണ്ടാവുള്ളൂ. നമുക്ക് അതിൻ്റെ എലമെൻറ്റ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഓർഡേഡ് പെയേഴ്സ് ഒന്ന് ലിസ്റ്റ് ചെയ്യണം. ലിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ 0 വന്നു കഴിഞ്ഞാൽ 3 or 4 ആവണമെന്നല്ലേ. അപ്പോൾ 0 3 is an option. സോ 3 0 is an option. അപ്പോൾ 0 4 ഒരു ഓപ്ഷനാണ്. അപ്പം 4 0 is an option. ഇവർ രണ്ടുപേരും ഒരു നമ്പർ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം ഇതിനകത്ത്. പിന്നുള്ളത് 1 ആണ് എടുക്കുന്നതെങ്കിൽ 1 3യുടെ ഓപ്ഷൻ ഉണ്ടാവും, 3 1 ഉണ്ടാവും. പിന്നെ അടുത്ത് 1 4 ഉറപ്പായിട്ടും ഉണ്ടാവും, 4 1 ഉണ്ടാവും. പിന്നെ അടുത്ത് 2 എടുക്കുന്നെങ്കിൽ ഇറ്റ് വിൽ ബി 2 3 ഉണ്ടാവും. വേറെന്ത് വരും? 3 2 ഉണ്ടാവും. 2 4 ഉണ്ടാവും, 4 2 ഉണ്ടാവും. 3 ആണ് എടുക്കുന്നെങ്കിൽ ഒബ്വിയസ്ലി 3 3 ഉണ്ടാവും. ഓൾസോ യു ക്യാൻ റൈറ്റ് 3 4 ആസ് വെൽ. 3 4 ഉണ്ടായി 4 3 ഉണ്ട്. കാരണം ഇവർക്കൊരു മാക്സിമം ഉണ്ടാവുമല്ലോ. 5 ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. 5 ഉപയോഗിച്ച് അയാളല്ലേ മാക്സിമം. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട് ഇത്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഉള്ളൂ. ഇത്രേ ഉള്ളൂ. 1 2 3 4 5 6 7 8 9 10 11 12 12 plus 3 only. Why? Oh, 4 4 is there. 4 4 is there. So total there are 16 elements. But here it is given as 18.
So this is wrong. The relation is symmetric but neither reflexive nor transitive. Reflexive അല്ല, obviously you can see that it's not reflective. Transitive ആണോ നോക്കാം, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. Let's take a nice example from here. See, 0 3 ഉണ്ട്, 3 1 ഉണ്ടോ? 0 3 ഉണ്ട്, 3 1 ഉണ്ടെങ്കിൽ ആരുണ്ടാവണം? 0 1 ഉണ്ടാവണ്ടേ? ഉണ്ടോ? ഇല്ലല്ലോ. സോ ശരിയാണ് അല്ലേ? സിമെട്രിക് ആണെന്നുള്ള കാര്യം വ്യക്തമാണ്, കാരണം ഇവിടെ സിമെട്രിസിറ്റി ഇല്ലാതെ പരിപാടി നടക്കില്ല. 0 3 ഉണ്ട്, 3 0 ഉണ്ടായിരിക്കും. 0 4 ഉണ്ട്, 4 0 ഉണ്ടായിരിക്കും. 1 3 ഉണ്ട്, 3 1 ഉണ്ടായിരിക്കും. സോ സിമെട്രിക്, പക്ഷേ റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവും അല്ല. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റേ ശരിയുള്ളൂ അല്ലേ? യെസ് only that next statement is correct. Now we got a nice binomial theorem question. Binomial theoremത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അത് ഇൻ്റഗ്രൽ ടേംസ് അല്ലേ? എത്ര ഇൻ്റഗ്രൽ ടേംസ് ഉണ്ട്? 5 raised to 1 by 2 plus 7 raised to 1 by 8 raised to 1016. ഇത് ഇൻ്റഗ്രൽ ടേം കണ്ടുപിടിക്കണമെങ്കിൽ ശ്രദ്ധിച്ചു നോക്കി, ഇതിൻ്റെ TR+1 എങ്ങനെ എഴുതാം? TR+1 എന്ന് വെച്ചാൽ 1016 CR, 5 raised to 1 by 2 raised to 1016 minus R, 7 raised to 1 by 8 raised to R അല്ലേ? ഒബ്വിയസ്ലി 8ൻ്റെ ഡിവിസിബിലിറ്റി അല്ലെ, 8ൻ്റെ പട്ടികയിലുള്ള സാധനങ്ങൾ മാത്രമല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ലീസ്റ്റ് വാല്യൂ എന്ത് വരണം? 8 എങ്കിലും വരണ്ടേ? 8 വന്നാൽ പിന്നെ 16 അല്ലേ, എക്സെട്ര. വാട്ട് അബൌട്ട് ദ ലാസ്റ്റ് ടൈം 1016 ഈസ് ഇറ്റ് ഡിവിസിബിൾ ബൈ 8? അത് നോക്കണം. 1016 ഡിവിസിബിൾ ബൈ 8 ആണോ നോക്കാം. 1016 ഡിവൈഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ 1 ടൈം 8 21 എത്രയാ? 2 തവണ വരും 16, എത്രയാ? 5 വരും 56. യെസ്, ഡിവിസിബിൾ ആണ്. ഡിവിസിബിൾ ആണെങ്കിൽ 1016 വരെ ഡിവിസിബിൾ ആണ്. സോ 1016 ഈസ് 127th മൾട്ടിപ്പിൾ. ഇത് ഫസ്റ്റ് മൾട്ടിപ്പിൾ ആണ്. സോ ടോട്ടൽ ദർ 127 ടേംസ്. ദാറ്റ്സ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ബൈനോമിയലും പെർമ്യൂട്ടേഷനും എന്തുകൊണ്ടോ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചില്ല. Next one. Yes, maybe a function question or differential equation question. We don't know. Let's try to do. I think it's a differential equation question. Yes. രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, f(x) ഉം g(x) ഒക്കെ തന്നിട്ടുണ്ട്. നമുക്കൊരു എക്സ്പ്രഷൻ dy by dx equal to e raised to minus 2 root x g of f of x. എന്താ മൈനസ് y by root x. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ. സോ ഐ നീഡ് ടു പുട്ട് ദിസ് വാല്യൂ, ഇതിട്ട് കൊടുക്കണം. അപ്പോൾ അതിനകത്ത് ആദ്യം അറിയണ്ടേ, f of x ആദ്യം കണ്ടുപിടിക്കാം. f of x എന്നുള്ളത് x minus 1. f of x എന്ന് വെച്ചാൽ x minus 1 x പകരം x minus 1. That's x minus 2. ഇനി g of f of x. അപ്പോൾ g of x e raised to x ആണ്. e raised to x minus 2. e raised to x minus 2. ഇതല്ലേ നമുക്ക് വേണ്ടത്. സോ നമുക്ക് ഇയാളൊന്ന് റീറൈറ്റ് ചെയ്യാം. dy by dx equal to e raised to minus 2 root x into e raised to x minus 2 minus y by root x. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നല്ല. dy by dx plus y by root x equal to e raised to x minus 2 root x minus 2. This is a linear equation. So e raised to integral p dx, that is 1 by root x dx. The 2 root x alle. So e raised to 2 root x. 1 by root x in integral 2 root x ആണ്. root x in integral 1 by 2 root x ആണ്. So 1 by root x in integral 2 root x ആണ്. So this is the integrating factor. So what is the solution? Y into e raised to 2 root x equal to integral of q. Q is the function e raised to x minus 2 root x minus 2 into e raised to 2 root x dx. This will get cancels. So y into e raised to 2 root x equal to integral e raised to x minus 2 dx. What is integral? This value will be y into e raised to 2 root x equal to e raised to x minus 2 is e raised to x minus 2 plus c. y of 0 equal to 0. അപ്പോൾ നമുക്ക് എക്സിന് 0 എടുത്താൽ y 0 ആണെന്ന്. അപ്പോൾ ഇത് മൊത്തം ഇത് 1 ആവും അല്ലേ. c equal to minus 1 ആവും. c equal to minus 1.
So the equation is y into e raised to 2 root x equal to e raised to x minus 2 minus 1. Y of 1 root x in 1 കൊടുത്തേ y equal to y into e equal to e raised to x in 1 കൊടുത്താൽ 1 minus 2, that is 1 by e minus 1. So y equal to 1 by e square minus 1 by e. This will be one minus e by e square. വേണേ ഒന്ന് not 0 is, that's the wrong thing I have done here. Okay, made an error. 0 കൊടുക്കുമ്പോൾ ഇയാൾ 0 ആവും, പക്ഷേ c equal to minus e raised to minus 2 മണ്ടത്തരം കാണിച്ചു, സോറി. y into e raised to 2 root x equal to e raised to x minus 2 minus e raised to minus 2. ഇനി മണ്ണിട്ട് കൊടുക്കാം. y into e square equal to e raised to minus 1 minus e raised to minus 2. Y equal to 1 by e minus 1 by e square into 1 by e square. e raised to 4 വരും അല്ലേ, ഇത് e by e square എന്ന് വരത്തില്ലേ. e cube minus 1 by e raised to 4 ആണ്. e minus 1 by e raised to 4, not e cube. e raised to e minus 1 by e raised to 4. Option 3 ആണ് അല്ലേ? Yes, that is correct. Next one, the value of cot inverse. നമുക്കിത് എഴുതുന്നതിന് മുന്നേ സിംപ്ലിഫിക്കേഷൻ ഇവിടെ വെച്ച് തന്നെ ചെയ്യാം കേട്ടോ. 1 plus tan square തീറ്റ sec square തീറ്റ അല്ലേ, sec square തീറ്റയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ sec തീറ്റ അല്ലേ. സോ ദിസ് ഈസ് ബേസിക്കലി sec 2 minus 1 by tan 2. മൈനസ് കോട്ട് ഇൻവേഴ്സ്, ഇവിടെ അതുപോലെ തന്നെ ഇത് sec 1 by 2 അല്ലേ, പ്ലസ് 1. ഈ sec 2ന്റെ വാല്യൂ നമുക്ക് കോസിന്റെ ടേംസിലാക്കി എഴുതാം കേട്ടോ. സോ കോട്ട് ഇൻവേഴ്സ് മോഡ് sec 2 അല്ലേ, മോഡ് sec 2 എന്ന് വെച്ചാൽ 1 by cos 2 ആണ്. 2ൽ വെച്ച് കോസിന്റെ വാല്യൂ എന്താണ്, വാട്ട് അബൌട്ട് വാല്യൂ ഓഫ് കോസ് അറ്റ് 2? ദിസ് ഇസ് 5/2. 2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ലേ, അപ്പോൾ ഒരു മൈനസ് ഇട്ട് കൊടുക്കണ്ടേ. സോ ദിസ് വിൽ ബി minus 1 by cos 2 minus 1 by sin 2 by cos 2 അല്ലേ, മൈനസ് കോട്ട് ഇൻവേഴ്സ്. ഇത് sec 1 by 2നെ cos 1 by 2 എന്നാക്കാം കേട്ടോ. cos 1 by 2ൽ ശല്യമൊന്നുമില്ല. cos 1 by 2 ക്യാൻസൽ ആയി പൊക്കോളും. minus 1 minus cos 2 divided by sin 2 minus cot inverse 1 plus cos 1 by 2 sin 1 by 2. The 1 plus cos 2 theta formula, that is 2 cos square theta to sin 1 cos 1 minus minus cot inverse. ഇത് അതുപോലെ തന്നെ 1 plus cos 2 sin 1 by 4 cos 1 by 4. 2 cancel ആയി, cos cancel ആയി, 2 cancel ആയി, cos cancel ആയി. So minus cos 1 by sin 1, that is minus cot inverse minus cot 1 minus cot inverse cot 1 by 4.
മൈനസ് കോട്ട് എന്നുള്ളതിനെ നമുക്ക് എന്താക്കാം പൈ മൈനസ് ആക്കാം അല്ലേ. സോ ദാറ്റ് ഈസ് പൈ മൈനസ് 1 മൈനസ് 1/4 പൈ മൈനസ് 5/4 അല്ലേ. ഇത്ര ഓപ്ഷൻ ഉണ്ടോ? പൈ മൈനസ് 5/4. യെസ്, ഇൻവേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പൈ മൈനസ് 5/4. യെസ്, കറക്റ്റ് ആൻസർ. So you can actually simplify this question and you can do it. Okay, next one. Again a matrix question. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് ആദ്യം കണ്ടുപിടിക്കാം, എന്നിട്ട് ഇവരുടെ എക്സ്പ്രഷനൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. 2 plus p 2 plus p plus q 4 6 plus 2p 8 plus 3p plus 2q 6 12 plus 3p 20 plus 6p plus 3q. ടു പ്ലസ് പി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് C3 അല്ലേ, ഇത് C1 അല്ലേ, ഇത് C2 സോറി ഇത് C1 അല്ലേ, C2 അല്ലേ. നമുക്ക് C3 തോന്നുന്നത് എന്ത് പറയാന്നറിയാവോ? C3 മൈനസ് C2 കുറയ്ക്കണം എന്തായാലും. ആദ്യം C2 ഒന്ന് കുറച്ച് നോക്കാം. C2 കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് എന്ത് സംഭവിക്കും? C3 C2 പോയാലേ ഇവിടെ 2 plus p അങ്ങ് പോവും, ആണോ അല്ലയോ? പ്ലസ് ക്യൂ മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ 6 plus 2p എന്ന് പറയുമ്പോൾ ഇതിനകത്തുനിന്ന് 6 പോയാൽ മിച്ചം 2 plus p കാണത്തുള്ളൂ. സോ ഇറ്റ് വിൽ ബി 2 plus p. എഴുതാം, കറക്റ്റ് ചെയ്ത് എഴുതിയേക്കാം. 2 plus p. ഇതിനകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 12 plus 20 നിന്ന് 12 പോലെ 8 plus 16 3/3. കണ്ട, ഈ ഒരു പരുവത്തിലേക്ക് എത്തത്തില്ലേ? ഇനി ഒന്നുകൂടി ഇതിനെ ഒന്ന് എലിമിനേറ്റ് ചെയ്ത് കളയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? ഓക്കെ, നെവർ മൈൻഡ്. നമുക്ക് വേറെ C2 കുറച്ചു, C1 × Q/2 കൂടെ കുറയ്ക്കാം. അപ്പോൾ ഇതെങ്ങനെ മാറും? ഇത് 2 4 6 2 plus p 6 plus 2p 12 plus 3p. ഇതിനകത്തുനിന്ന് C2 കുറച്ച്, ഇതിനകത്തുനിന്ന് C2 കുറയ്ക്കുമ്പോൾ 2 plus p പോയി. ഓക്കെ, അപ്പോൾ Q/2 × 2 ദാറ്റ് ഈസ് Q കൂടെ കുറച്ചാൽ ഇത് 0 ആകത്തില്ലേ? 8 plus 3p എന്ന് പറയുമ്പോഴത്തേക്കിന് 6 plus p കുറച്ചെന്ന് വിചാരിക്കാം. മിച്ചം 2 plus p അല്ലേ ഉള്ളൂ. 2 plus p ഉണ്ട്. 2 plus p ഉള്ളപ്പം 2q, അതിൻ്റെ പകുതി 2q. യെസ്, അത് പോയി. യെസ്, ഹാപ്പി. ഇനിയിപ്പോൾ ഇത് 8 plus 3p. യെസ്, ഇങ്ങനെയായിട്ട് മാറും. ഈ ഒരു കുറയ്ക്കൽ നടത്തിയാൽ ഇയാളത് ഇങ്ങനെ മാറ്റിയെടുക്കാം. ഇപ്പം ഇയാളെ എങ്ങനെ കുറച്ച് കളയുന്നുള്ളതാണ് ഏറ്റവും വലിയ അടുത്ത ആലോചന. ഇനിയിപ്പോൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് C2 നമ്മൾ എന്ത് ചെയ്യും? C2 becomes C2 minus p/2 കൊണ്ട് C1 മൾട്ടിപ്ലൈ ചെയ്തേ കുറയത്തില്ലേ? യെസ്, ഒബ്വിയസ്ലി ദിസ് വിൽ ബിക്കം 2 4 6 p/2. ഇത് p/2 മാത്രം പോരല്ലോ, മതി. p/2 മാത്രം കുറയ്ക്കാം. അപ്പോൾ ഇത് 2 6 12 0 2 plus p 8 plus 3p. വേണമെങ്കിൽ ഇവർ തമ്മിലൂടെ കുറച്ചോ. ഇവർ തമ്മിലൂടെ കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം, അത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, എന്നാലും 2 0 0 4 2 2 plus p 6 6 8 plus 3p കണ്ടോ 0. ഇനിയിപ്പോൾ ചെയ്യാൻ എളുപ്പമാണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ×
16 plus 6p minus 12 minus 6p എന്നാണ്. 6p വെട്ടി പോയി. 4 × 2 8. ചതിച്ചല്ലോ. നമുക്ക് ഡിറ്റർമിൻ്റെ ഡയറക്റ്റ് എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. ആണോ അല്ലയോ? കിട്ടിയായിരുന്നോ? യെസ്, ഡിറ്റർമിൻ്റെ എന്ന് പറയുന്ന 8 എന്ന് കിട്ടി. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ഡിറ്റർമിൻ്റെ 8 എന്ന് കിട്ടി. So we got a determinant equal to 8. എന്താ വേണ്ടേ? ഡിറ്റർമിനന്റ് ഓഫ് edge of 3a. അപ്പോൾ 3a എന്ന് പറയുമ്പോൾ തന്നെ എന്ത് വരും? 8 ഓരോ സ്ഥലത്തു നിന്നും 3 കൊണ്ട് മൾട്ടിപ്ലൈ ആവുമല്ലേ. അപ്പോൾ 3³ വെളി വരത്തില്ലേ? യെസ്. അപ്പോൾ ഇത് 3³ ഇൻറ്റു എയുടെ റേസ് ടു ദ അഡ്ജോയിൻ്റ് 3 - 1. ഇത് 3/3 മെട്രിക്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? യെസ്, 3/3 മെട്രിക്സ് ആണ്. സോ 3 - 1 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് 2m ഇൻറ്റു 3n എന്ന് പറയും. സോ ദാറ്റ് ഈസ് 3³ ഇൻറ്റു 3³ റേസ് ടു 4. അത് 3 × 12 അല്ലേ? ഇൻറ്റു a is 8 × 4. ഇതാണ് 2m ഇൻറ്റു 3n. That is 3/12 into 8 is 2³ അല്ലേ? 2/12 എന്ന് വരും അല്ലയോ? 2m into 3n. m plus n equal to 24 അല്ലേ? 24 അല്ലേ? യെസ്, m plus n is 24. യെസ്, ഇത് ലിമിറ്റാണ്. ലിമിറ്റ് കണ്ടുപിടിക്കാനാണ്. Limit x tends to 0. Tan inverse x into x minus x³/3 plus x raised to 5 പ്ലസ് ഇയാളെ എന്താക്കാം? ഒരു ഹാഫ് ഇൻറ്റു റൂട്ട് വെളിയിലെടുത്ത് ഹാഫ് എടുത്താൽ ഇത് ക്വഷ്യൻ്റ് ആണ്. ലോഗ് 1 + x മൈനസ് ലോഗ് 1 - x minus 2x divided by x raised to 5. അപ്പോൾ x raised to 0 ഇട്ട് കൊടുത്താൽ 0 ആകാത്ത പാർട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ലിമിറ്റ് x tends to 0. This will be x minus x³/3 plus x raised to 5/5. ഇനി അടുത്തത് log xൻ്റെ എക്സ്പാൻഷൻ. നമ്മൾ ln 1 + xൻ്റെ എക്സ്പാൻഷൻ എന്നായിരുന്നു. പ്ലസ് 1/2 ഇൻറ്റു x minus x²/2 പ്ലസ് x³/3 എക്സെട്ര. മൈനസ് ഇട്ട് കൊടുക്കുമ്പോഴോ മൈനസ് ln 1 - x അല്ലേ? മൈനസ് ln 1 - x. ln 1 - x ഇടുമ്പോൾ എക്സിന് പകരം മൈനസ് ഇട്ട് കൊടുക്കണം. യെസ്, മൈനസ് എക്സിന് ഇടണം. സോ ഇറ്റ് വിൽ ബി മൈനസ് ഓഫ് -x minus x²/2 minus x³/3 എക്സെട്ര. minus 2x divided by x raised to 5. x raised to 5 മുകളിലോട്ടുള്ള ടേംസ് ഒക്കെ വാനിഷ് ആയി പോവും. മിച്ചം നമ്മൾക്ക് കൺസിഡർ ചെയ്യേണ്ട ഏതൊക്കെയാണ്? ഇവിടെ x³ x raised to 4 ഇത് ക്യാൻസലായി പോകുന്ന ടേം ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. എക്സ് ക്യാൻസലാവും, x²/2 അത് ആ ഈവൻ ടേംസ് എല്ലാം ക്യാൻസലായി പോകും. അപ്പോൾ ഇവിടെ ആകെ എക്സിൻ്റെ ടേം ഉണ്ട്. ദാറ്റ് ഈസ് ലിമിറ്റ് x tends to 0. എക്സ് ഉണ്ട് പ്ലസ് 1/2 x ഉണ്ട് മൈനസ് x³/3 ഉണ്ട്. യെസ്, ഇവിടെ എന്ത് വരും? 1 പ്ലസ് 1/2 x³/3 ഉണ്ട്. 1/2 ആണേ. 4 കാണത്തില്ല, 4ൻ്റെ ടേം കാണത്തില്ല. x³/3 x/3 2 x³/3 x³/3 വരത്തുള്ളൂ. x³ മാത്രമേ വരത്തുള്ളൂ. അത് ക്യാൻസലായി പോകും. യെസ്, ഒബ്വിയസ്ലി അത് ക്യാൻസലായി പോവും. തിങ്ക് എക്സ് മാത്രമേ ഒരുമിച്ചാവുള്ളൂ എന്ന് തോന്നുന്നല്ലേ എഴുതിയതിനകത്ത്. ഇവിടെ ഈ രണ്ട് ഇത് ഹാഫ് ഇൻറ്റു ഈ എക്സോടെ 2x ആവും. ഇത് 2x ആവണമല്ലോ ഇവർ രണ്ടുപേരുടെ. ബാക്കി x³/3 ഉണ്ട്, മൈനസ് x³/3 ഉണ്ട്. അതാണ് ഇവിടുത്തെ കോമഡി. ഇത് മൈനസ് x³/3 ഇല്ലേ, ഇവിടെ ഒരു x³/3 ഇവിടെ ഒരു പ്ലസ് x³/3 കൂടെ വരും.
2x cube by 3 ആവും, അത് x cube by 3 ആവും, അത് രണ്ടും ക്യാൻസലായി പോയിരിക്കും. നോ x cube by 3 പ്ലസ് ഇനി അടുത്ത വരാൻ പോകുന്ന x raised to 5 by 5 ഉണ്ട്, ഇവിടെ ഒരു x raised to 5 by 5 ഉണ്ട്, അപ്പോൾ 2x raised to 5 by 5 വരും. മൈനസ് ഇവിടെ 2x ഇല്ലേ, ഉണ്ടല്ലോ, പിന്നെ എന്നാ x raised to 5 ഉണ്ട്. 2x തട്ടി പോകുമല്ലോ, ഇതും പോകുമല്ലോ. ലിമിറ്റ് x tends to 0 2 by 5 അല്ലേ? യെസ്, it will be 2 by 5. The first statement is correct. What about the second statement? Limit x tends to 1. x നെ ഞാൻ എങ്ങനെ എഴുതുന്നു അറിയാവോ? 1 plus x minus 1 raised to 2 നെ ഞാൻ 1 by 1 minus x by 2 എഴുതും. ഇയാൾ 1 ആയ 0 ആവുമല്ലോ, ഇയാളും ടെൻസ് ടു 0 അല്ലേ. So this will be e raised to f of x by g of x, that is x minus 1 by 1 minus x minus 1, that is e raised to minus 2. 1 by e square. That option is also correct, I think. Yes, both statements are correct. ഇതും ശരിയാണ്. Statement 1 and statement 2 are true. രണ്ടും ശരിയാണ്. Yes. The area of the bounded region. Area of the bounded region. ഒരു പാരബോള ഉണ്ട്, ഒരു ലൈൻ ഉണ്ട്. Let's construct the parabola and a line. This is a parabola open to the right side. റൈറ്റ് സൈഡിലോട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന മനോഹരമായ ഒരു പാരബോള. ഇതാണ് y square equal to 9x. സോ അടുത്ത y equal to 3x minus 6. x equal to 0 ആണ്, y equal to 6. y equal to 0 ആണ്, x equal to 2. x equal to 0, y equal to 6. അപ്പം 6 കൂടെ പാസ് ചെയ്യും, 2 കൂടെ പാസ് ചെയ്ത് പോകുന്ന ഇങ്ങനെയാണോ? ഇങ്ങനെ ഒരു പാരബോള. Is it? No. 0 to minus 6 കൂടെ. Oh sorry, this is minus 6, right? Yes, minus 6. ഇത് minus 6 കൂടെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ? Something like this. This is minus 6. നമുക്ക് വേണ്ടത് ഈ ഏരിയ. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണെന്ന് പറയാമോ? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദീസ് ടു കർവ്സ് ഏതൊക്കെയായിരിക്കും? ഇതെന്തായാലും അണ്ടർ എക്സൈസ് ആണ്. സോ ഇറ്റ് വിൽ ബി y കോർഡിനേറ്റ് വിൽ ബി നെഗറ്റീവ്. നമുക്ക് രണ്ടുകൂടി ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ y ഈക്വൽ ടു, നമുക്ക് വേണ്ട രണ്ട് സാധനങ്ങളൊന്നും ഇക്വേറ്റ് ചെയ്യാം. y സ്ക്വയർ ഈക്വൽ ടു 9x, y ഈക്വൽ ടു 3x മൈനസ് 6. we equate these two together, 9x ഈക്വൽ ടു 3x 9x സ്ക്വയർ മൈനസ് 18 36x പ്ലസ് 36. രണ്ടും ഈക്വൽ ആണെന്ന് ഞാൻ അങ്ങ് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, സോ ദിസ് ഈസ് 45x മൈനസ് 9x സ്ക്വയർ ഉണ്ട് പ്ലസ് 36 ഈക്വൽ ടു 0. 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ x സ്ക്വയർ മൈനസ് 5x പ്ലസ് 4 ഈക്വൽ ടു 0. x ഈക്വൽ ടു ആഡ് ചെയ്യുമ്പോൾ -1 -5 മൾട്ടിപ്ലൈ 4 ആണ്, -1 -4 ആണ് അല്ലേ? യെസ്, ദിസ് ഈസ് -1 ആൻഡ് -4. അപ്പോൾ ഒബ്വിയസ്ലി ഇത് -6 കുറവായിരിക്കും, -1 -4 ആകാം അല്ലേ? ദിസ് ക്യാൻ ബി y സ്ക്വയർ ഈക്വൽ ടു 9x. ഇതിനെ സ്ക്വയർ ചെയ്താൽ 9x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 18, ദാറ്റ് ഈസ് 36x പ്ലസ് 36. 9x സ്ക്വയർ മൈനസ് 45x പ്ലസ് 36 ഈക്വൽ ടു 0. 9 വെച്ച് ഡിവൈഡ് ചെയ്താൽ 5x പ്ലസ് 4. -1 -4 ആണ്. So obviously there will be 2 x points, that's fine. പക്ഷേ എക്സിൽ വെച്ചിട്ട് ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആവണ്ടേ? Let me try again. Yes, obviously this is the area we have to find.
3 into 6 is 18. 18. Okay. Never mind, maybe I'm making a x equal to 0, y equal to minus 6. This is minus 6. Y equal to 0, x equal to minus 6. Y equal to 0 x equal to 2. This is 2. Okay. Yes. Six minus 3 അല്ലേ? 6 and 3 അല്ലേ? -6 3 ആണ്. സോ -6 3 എന്നുള്ള 6 minus 3. സോ ഒബ്വിയസ്ലി ദ y കോർഡിനേറ്റ് ഈസ് -3. ദാറ്റ്സ് ഓൾസോ ഫൈൻ. ഇവിടുത്തെ y കോർഡിനേറ്റ് ഉള്ളത് 6 ആണ്. y കോർഡിനേറ്റ് -3 ആണെങ്കിൽ 9 equal to 9x, x equal to 1. P point x equal to 1 ആണ്. But I am not getting while solving എന്നുള്ളതാണ് ചോദ്യം. Okay, fine. That is x coordinate. Okay. X equal to 1 ആണ്. X equal to 1 ആണ്. Whatever I have did was also right. I was just confused about the point. Okay, fine. അപ്പോൾ ഇത് x equal to 1 ആണല്ലോ. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഈ കാണുന്ന ഏരിയ ആണ്. അപ്പോൾ എന്തിൻ്റെ ഏരിയയിൽ നിന്ന് എന്തിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതിയാവും? ഈ പാരാബോളയുടെ ഏരിയയിൽ നിന്ന് ലൈനിൻ്റെ അണ്ടറിലുള്ള ഏരിയ കുറച്ചാൽ പോരെ? സോ ഐ ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ഫ്രം വെയർ ടു വെയർ. ഇൻറ്റഗ്രൽ 0 to 1 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതിയായിരിക്കും. y² ഈക്വൽ ടു 9x ആയതുകൊണ്ട് y ഈക്വൽ ടു √3x ആണ്. അത് മൈനസ് എടുക്കണം, കാരണം നെഗറ്റീവ് പാരാബോളയാണ് കേട്ടോ അണ്ടറായിട്ടുള്ള. മൈനസ് ഇതിനകത്ത് ഏതാ കുറയ്ക്കേണ്ടത്? ഐ ഹാവ് ടു സബ്ട്രാക്ട് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. y ഈക്വൽ ടു 3x - 6. ഇത് കുറച്ചൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതിയായിരിക്കും അല്ലേ? ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ. So will be integral 0 to 1. √3x integral എന്ന് പറഞ്ഞാൽ എന്തുവരും? -√3x²/2. നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അങ്ങ് ആൻസർ എഴുതിയേക്കാം. -√3x²/2 -3xൻ്റെ -x², 3x²/2 +6 + 6x 0 to 1. 1 ഇട്ട് കൊടുത്തേ. 1 ഇട്ട് കൊടുക്കുമ്പോൾ you will get it will be -√3/2. അല്ലേ? I'm integrating from 0 to 1. Yes, I'm integrating from 0 to 1. So it is not √3. Errors. 3x raised to √x ൻ്റെ അല്ല 3/2. 3 cancel out. 2x raised to integral 0 to 1 -3√x അല്ലടാ. യെസ്, മൈനസ് ഇതിനകത്ത് എന്ത് കുറയ്ക്കണം? 3x - 6 ആ കുറയ്ക്കേണ്ടത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1. 3√x ആണ് 3/2 വരുമെന്നേ. 3/2 ക്യാൻസലായി പോകും. അപ്പോൾ 2√x വരും. അപ്പോൾ 2√x അല്ല, x raised to 3/2 വരും. -3x²/2 വരും. അതാണ് ഞാൻ പറഞ്ഞത്. പ്ലസ് 6x വരും. അതാണ് പ്രശ്നം. 1 ഇട്ട് കൊടുത്തേ. 1 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് -2 -3/2 + 6 ആണ്. 0 ഇട്ട് കൊടുത്താൽ എല്ലാം 0 ആയി പോകും. അതുകൊണ്ട് അതിനെപ്പറ്റി ബോധറിയാണ്. 6 - 2 3 ആണ്. 3ൽ നിന്ന് 3/2 കുറച്ച് 3/2 ആണ് അല്ലേ? 3/2ൻ്റെ 6 ആണ് ഇൻറ്റു 6.
Yes, but some calculation mistake I have made. Square by 2, 3x minus 6. Minus 2 and minus 3 by 2 plus 6. It's 4 minus 3 by 2. Yes, errors and errors again. 4 minus 3 by 2. 5 by 2. 5 by 2 into 6. 15. Yes. It was a simple question, but I have confused with the points. That's why. Okay. Now let the domain of the function be alpha, beta, and domain of രണ്ട് ഫംഗ്ഷൻ്റെ ഡൊമൈൻ തന്നിട്ടുണ്ട്. നമ്മൾ അതിനൊരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഡൊമൈൻ ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഡൊമൈൻ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കാം. കോസ് ഇൻവേഴ്സ് 4x + 5 ഡിവൈഡ് ബൈ 3x - 7. അപ്പോൾ ഇതിനകത്ത് ഇൻപുട്ട് എന്തായിരിക്കണം? -1 1ൻ്റെ ഇടയിലായിരിക്കണം. -1 ≤ 4x + 5 ≤ 1. Sorry, by 3x by -7. So 4x + 5 divided by 3x - 7 should be greater than or equal to -1. -1 അപ്പുറത്ത് കൊണ്ടുവന്നാൽ 4x + 5 plus 3x - 7 divided by 3x - 7 greater than or equal to 0. So it is 8x - 2 divided by 3x - 7 greater than or equal to 0. So x should be greater than or equal to 7 by 2. And ഇവിടെ x should be greater than or equal to 7 by 3. 2 by 7. Why am I making calculation mistakes? 2 by 7. X should be greater than or equal to 2 by 7 and x greater than 7 by 3. ഇതാണ് ഇവിടുന്ന് കിട്ടിയ കണ്ടീഷൻ. We can use the other condition as well. 4x + 5 by 3x - 7 - 1 less than or equal to 0. So 4x + 5 divided by 3x - 7 minus 3x + 7 less than or equal to 0. 3x cancel x -2 divided by 3x - 7 less than or equal to 0. അപ്പോൾ x should be less than 2 ആകുമ്പോൾ x should be greater than 7 by 3. വാലിഡ് ആണോ? 2 കുറയുമ്പോൾ 7 by 3. 7 by 3 is 2 കൂടുതലാണല്ലേ. 2 കുറയുമ്പോൾ 7 by 3 എങ്ങനെ കൂടുതലാവുന്നേ? അടുത്തത് വേറൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ x greater than 2 ആയിരിക്കണം. ആൻഡ് അപ്പോൾ x should be less than 7 by 3 ആയിരിക്കും. ഇപ്പോൾ ഈ സ്ഥലമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് 2 by 7 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. 2 by 7 ഇത് 7 by 3 ആയിരിക്കും. x greater than 2 by 7. 2 by 7 കൂടുതലായിരിക്കും. greater than 7 by 3. സോ ഒബ്വിയസ്ലി എടുക്കേണ്ടത് x greater than 7 by 3 എന്നുള്ള സ്ഥലമാണ്. ഇവിടെ x less than 2. x greater than 7 by 3. രണ്ടും ഒരുമിച്ച് പോസിബിൾ അല്ലല്ലോ. x greater than equal to 2. 2ലും കൂടുതലാണ്. ലെസ് ദാൻ 7 by 3. സോ ഇവിടെ വരുന്ന കാര്യം എന്ന് പറയുന്നത് ഏതാണ്? x greater than 2 and 7 by 3. ഇതല്ലേ സ്ഥലമല്ലേ? ഈ സ്ഥലമാണ് വേണ്ടത്. അപ്പം 2 7 by 3 എന്നുള്ളതാണ്. കണ്ടോ? x greater than 7 by 3. So these two conditions are there. രണ്ട് പോയിന്റുകളാണ് നമുക്ക് കിട്ടിയത് അല്ലേ. ഇപ്പോൾ ഒരു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ കണ്ടീഷൻ എടുത്തു. ഓക്കെ, രണ്ടും പോസിറ്റീവ് എന്നുള്ള കണ്ടീഷൻ എടുത്തു. അല്ല, രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻ ഞാൻ എടുത്തില്ലല്ലോ. രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 by 7ഉം x greater than 7 by 3 എടുത്തില്ലേ. ഈ രണ്ട് കണ്ടീഷനോട് നോക്കണ്ടേ? ഈ രണ്ട് കണ്ടീഷൻ നോക്കിയിട്ടല്ലേ നമുക്ക് ആൻസറിലോട്ട് വരാൻ പറ്റുള്ളൂ. യെസ്, ഇതെന്ന് പറഞ്ഞാൽ 7 by 3 കൂടുതലാണ്. ഇതെന്ന് പറഞ്ഞാൽ 7 by 3 കൂടുതലാണ്. 2 by 7 കുറവാണ്. നമുക്കതിനകത്ത് ഫീസിബിളായിട്ട് ഏതാ എടുക്കാൻ പറ്റുക? ഗ്രേറ്റർ ദാൻ 7 by 3 അല്ലേ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ഗ്രേറ്റർ ദാൻ 7 by 3 അല്ലേ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. യെസ്, ഇതിനകത്ത് x greater than 2 by 7 ഉണ്ടല്ലേ. ഓരോ കേസുകളായിട്ട് എടുത്ത് നോക്കണം. ഓക്കെ, ലെറ്റ് മീ റീസ്റ്റാർട്ട്. ഒന്നുകൂടെ പറയട്ടെ, ഞാൻ ചെയ്തിരിക്കുന്ന മിസ്റ്റേക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഇത് 4x + 5 by 3x - 7 greater than equal to -1 ആണ്. സോ 4x + 5 plus 3x - 7 divided by
3x minus 7 greater than equal to 0. So 7x minus 2 divided by 3x minus 7 greater than equal to 0. അപ്പോൾ ഇതിനുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ പോസിറ്റീവ് ആവാം. സോ എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2/7 ആൻഡ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 7/3. ഇതൊരു പോസിബിലിറ്റിയാണ്. കണ്ടോ? അടുത്ത പോസിബിലിറ്റി എന്ന് വെച്ചാൽ രണ്ടും നെഗറ്റീവ് ആവാം. എന്ന് വെച്ചാൽ എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/7, എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ 7/3. ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുകൂടെയുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു നമുക്ക് വാല്യൂസ് ഒന്ന് വരച്ച് നോക്കാം. ഇത് 7/3, ഇത് 2/7 ആണ്, ഇത് 7/3 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 2/7 കൂടുതൽ എന്നാൽ 7/3 കൂടുതൽ. അപ്പോൾ ഇത് ഒബ്വിയസ്ലി 7/3 കൂടുതൽ എന്നുള്ള കേസ് എടുക്കാൻ പറ്റുള്ളൂ. ഇത് 2/7 കുറവ് അല്ലെ 7/3 കുറവ്. സോ ഒബ്വിയസ്ലി ഇത് എന്താ, 2/7 കുറവെന്നേ എടുക്കാൻ പറ്റുള്ളൂ. സോ ഇവിടുത്തെ വാല്യൂ ഇങ്ങനെ വരും. ഇതാണ് നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സെക്കൻഡ് പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് 4x + 5 - 3x + 7 ആണ്. അതാണ് പറ്റിയ മിസ്റ്റേക്ക്. 3x - 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ ഇത് എക്സും +12 ആണ് ഡിവൈഡ് ബൈ 3x - 7 ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സോ എക്സ് ഷുഡ് ബി രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു -12 ആൻഡ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 7/3. അത് പറ്റുമോ? രണ്ടോട് ഒരുമിച്ച് നടക്കുമോ? ഇല്ല. അല്ലെങ്കിൽ എന്താ പറ്റണ്ടേ? എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ -12 ആൻഡ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ 7/3. ദാറ്റ് ഈസ് പോസിബിൾ അല്ലേ? -12 എന്ന് പറഞ്ഞാൽ നമുക്ക് വരച്ച് നോക്കാം. -12 എക്സിൻ്റെ വാല്യൂ -12 7/3 ആണ്. അപ്പോൾ -12 കുറവും 7/3 കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നടക്കില്ല. -12 കുറവ്, -12 കൂടുതൽ 7/3 കുറവെന്ന് പറഞ്ഞാൽ ദിസ് വിൽ വാലിഡ്. ഇത് വർക്ക് ചെയ്യും അല്ലേ? ഇത് വേണം, ഇത് വേണ്ട. ഇതാണ് നമുക്ക് വേണ്ട ഏരിയ അല്ലേ? ഇതാണ് നമുക്ക് വേണ്ട സ്ഥലം. ഇതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള പാർട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ 7/3 അവിടെ ഉണ്ട് അല്ലേ? യെസ്, 7/3 ഈസ് ദെയർ. വി ഹാവ് ടു മാർക്ക് ദീസ് പോയിന്റ്സ്. ഇത് ഇവിടെ ഓപ്പൺ ആട്ടോ. -12 എന്ന് പറഞ്ഞാൽ ഇവിടെ വല്ലതും വരും. -12 ഇതാണ് നമുക്ക് വേണ്ട അടുത്തൊരു സ്ഥലം. സോ രണ്ടിനും കോമൺ ആയിട്ടുള്ള രണ്ട് ലൈൻസ് ഒരുമിച്ച് വരുന്ന സ്ഥലം നോക്കിയാൽ മതി. സോ 2/7 ബേസിക്കലി ഉണ്ടല്ലോ, 12 ഉണ്ട്. അപ്പോൾ രണ്ട് ക്ലോസ് ഇട്ടൂടെ? യെസ്, ദിസ് വാല്യൂ വിൽ ബി -12 2/7. ഇതാണ് ആൽഫ ആൻഡ് ബീറ്റ. ഉണ്ടല്ലോ. അടുത്ത ക്വാണ്ടിറ്റി നോക്കാം. ഇത് ചെയ്തു, അടുത്ത ക്വാണ്ടിറ്റിയിലോട്ട് പോകാം. അടുത്തെന്ന് വെച്ചാൽ log to the base 2 minus 6 log 27 into 2x plus 5. ഇതാണ് ജി എഫ് എക്സ് ഡൊമൈൻ. അപ്പോൾ ഇയാൾ പോസിറ്റീവ് ആണ്ടേ. സോ 6 log to the base 27 2x plus 5 should be greater than 2. Oh, should be less than 2. അപ്പോൾ ഇത് log to the base 27 2x plus 5 less than 1/3. should be less than 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ log കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 27ൻ്റെ പവറിലെ 1/3, 27 3. ഇതിനേക്കാളും ലെസ് ആയിരിക്കണം 2x plus 5 ആണോ അല്ലയോ? യെസ്. സോ 2x ലെസ് ദാൻ -2, എക്സ് ലെസ് ദാൻ -1. ഇതൊരു കണ്ടീഷൻ നമുക്ക് കിട്ടും അല്ലേ? എക്സ് ലെസ് ദാൻ -1 എന്നൊരു കണ്ടീഷൻ കിട്ടും. ഓൾസോ ഈ 2x plus 5 എന്തിൽ കൂടുതലായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0. സോ എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ -5/2. സോ വാട്ട് ഈസ് സ്ഥലം വി നീഡ്? ദാറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ്, ഇറ്റ് ഈസ് ഓപ്പൺ. ഈക്വൽ ടു 0 ആയിപ്പോത്തില്ലേ? സോ ദ വാല്യൂ വിൽ ബി -5/2 -1. ഇതാണ് നമുക്ക് വേണ്ടത്. വാല്യൂസ് എല്ലാം ആയല്ലോ. 7 into alpha plus beta -12 plus 2/7 plus 4 into ഇവർ രണ്ടുപേരും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 -7/2. മോഡ്ലെസ് ആണേ. സോ വിൽ ബി 7. ഇത് 84 ആയിപ്പോൾ. 7 into 7 കൊണ്ട് മൾട്ടിപ്ലൈ
-84 + 2 -14 98 96 വരും. ആണോ ആൻസർ? 96 ആയിരിക്കും. 96 is the answer. Yes, correct. The area of the triangle formed between the lines. ഇപ്പോൾ ഈ ലൈനുകളെല്ലാം വരച്ച് ഏരിയ കണ്ടുപിടിക്കണം. അതാണ് ഇവിടുത്തെ ടാസ്ക്. അപ്പം 2 ലൈനുകൾ ഇക്വേറ്റ് ചെയ്താൽ മതിയാവും. ഒരു കാര്യം ചെയ്യാം, ഓരോരുത്തരുടെ കോൺസ്റ്റൻറ്റിനെ നമുക്ക് എടുക്കാം. ഇത് മ്യൂ, ഇത് ലാംഡ, ഇത് ഗാമ. അപ്പം എന്ത് വരും? x = mu - 2, y = mu + 1, z = mu. അടുത്തത് x = 5 lambda + 3, y = -lambda, z = lambda + 1. ഇനി മൂന്നാമത്തെ ലൈൻ എന്ന് പറഞ്ഞതാ x = -3 gamma, y = 3 gamma + 3, z = gamma + 2. ഓരോന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോഴും ഓരോ പോയിന്റ് കിട്ടും കേട്ടോ. ആദ്യം ഇവരെ രണ്ടുപേരും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ mu - 2 = 5 lambda + 3 അല്ലേ? അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് mu = 5 lambda + 5 എന്ന് വരും. അപ്പോൾ 5 lambda + 5 + 1 = -lambda. -lambda അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ 6 lambda = -6, lambda = -1. ലാംഡ -1 കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ഉള്ള പോയിന്റുകൾ നമുക്ക് കിട്ടും. വി വിൽ ഗെറ്റ് 1 പോയിന്റ്. ആദ്യത്തെ പോയിന്റ് ലാംഡ -1 ഇട്ട് കൊടുത്തേ ആദ്യത്തെ പോയിന്റ് കിട്ടും. ദറ്റ് ഈസ് -2. -1 ഇട്ട് കഴിഞ്ഞാൽ 1, -1 ഇട്ട് കഴിഞ്ഞാൽ 0. ഒരു പോയിന്റ് ആയി. സിമിലർലി വി ക്യാൻ ഇക്വേറ്റ് അനദർ സെറ്റ്. ഇവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. ഇനി ഇവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. 5 lambda + 3 എന്നുള്ളത് -3 ഗാമ. ലാംഡ എന്നുള്ളത് -3 ഗാമ + 3 ഗാമ -3 ആണ്. കാരണം ഇവർ സെയിം അല്ലേ. +3 = -3 ഗാമ. -15 ഗാമ -15 + 3 = -3 ഗാമ. -12 ഗാമ = 12, ഗാമ = -1. ഗാമ -1 ആണെങ്കിൽ ഈ കാണുന്ന ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതി. യു വിൽ ഗെറ്റ് ദ നെക്സ്റ്റ് പോയിന്റ്. ഗാമ -1 ആണെങ്കിൽ 3 കിട്ടും, 0 കിട്ടും, 1 കിട്ടും. ഇനി അടുത്തത് ഇവരെ രണ്ടുപേരെയും കൂടി ഇക്വേറ്റ് ചെയ്താൽ അടുത്ത. അപ്പം mu - 2 = -3 ഗാമ. mu + 1 = 3 ഗാമ + 3. 2 - mu ആണ്. അപ്പം mu + 1 = 2 - mu + 3. 2 mu = 4. mu = 2. mu = 2 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ we will get the points. ഒരു പോയിന്റ് കൂടെ കിട്ടും. 0, 3, 2. ഈ പോയിന്റ് വെച്ചുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കാം. ഐ തിങ്ക് യു വിൽ ഗെറ്റ് ദ ആൻസർ 56 എന്ന് കിട്ടും കേട്ടോ. ഇങ്ങനെ വെച്ചുകൊണ്ട് 56 ആയിരിക്കും ആൻസർ കിട്ടും. ചെയ്ത് നോക്കണേ. ഇതുപോലെ ഇന്റർസെക്ഷൻ പോയിന്റ് എടുത്താൽ മതി. The last two, product of the last two digits of 1919 raised to 1919. അതാണ് ചോദിച്ചത്. ഈ 1919 raised to 1919. ഇയാളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. ബൈനോമിയലിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ. ദറ്റ് ഈസ് 1919C0 1919 raised to, സോറി ഐ നീഡ് ടു എക്സ്പാൻഡ് അല്ലേ. നമുക്ക് ഇയാളെ എക്സ്പാൻഡ് ചെയ്യാം. ലാസ്റ്റ് 2 digits ആണല്ലോ വേണ്ടത്. നമുക്ക് വേണേൽ 1910 നോക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അല്ലെ 1920 - 1 raised to
ഇതാകുമ്പോൾ നമുക്ക് പണി എളുപ്പമായിരിക്കും. കണ്ടോണം. 1919 C0 1920 raised to 1919 ഇങ്ങനെ എക്സെട്ര. ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞ് തേർഡ് ലാസ്റ്റ് ടൈം പറയാം. അപ്പോൾ 1919 C ആദ്യം അവസാനത്തെ 1919 1918 1917. അപ്പം ഇവിടെ മൈനസ് ആയിരിക്കും ഒബ്വിയസ്ലി. ഇത് 1920 raised to 2 അല്ലേ. ഇനി അടുത്ത പ്ലസ് 1919 C 1918 1920 ഉണ്ടോ. ഇനി അടുത്ത 1919 C 1919 ഇങ്ങനെയാണ് വാല്യൂസ് പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടം വരെയുള്ള ടേംസിനകത്തെല്ലാം 2 0 വെച്ച് ഒരു 2 0 സെൻറ്റിങ് കാണും. വിച്ച് മീൻസ് ദേ ആർ ഓൾ മൾട്ടിപ്പിൾ ഓഫ് 100 ലാംഡ എന്ന് എഴുതാം. പ്ലസ് 1920 ഉണ്ടോ. പ്ലസ് 1920 മൈനസ് 1 ഇൻറ്റു 1919. ഈ ഒരു ടൈപ്പിലായിരിക്കും ഇത് ലൈ ചെയ്യുക. അപ്പോൾ ഇതിനെപ്പറ്റി മൈൻഡ് ചെയ്യേണ്ട, ഇവരെ പറ്റി മാത്രം ബോധർ ചെയ്താൽ മതി. അപ്പോൾ 1919 ഇൻറ്റു 1920 മൈനസ് 1 ഇതായിരിക്കും നമ്മളെ എൻഡിങ് ഡിജിറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ബാക്കി എല്ലാത്തിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സിനെ പറ്റി ബോധർ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ത് വരും? 79 എന്നാണ് വരുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 79 ലാസ്റ്റ് ഡിജിറ്റ്സ് വരും. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 7 × 9 എന്നുള്ളത് 63 എന്നും കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ആൻസർ 63 ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെയാണ് നമ്മളത് ഐഡിയ മനസ്സിലാക്കി എടുക്കുക. ലെറ്റ് R be the radius of a circle which touches x-axis at A0. y square equal to 9x എന്ന് പറയുന്നൊരു മനോഹരമായ പരബോള. മുന്നത്തെ പോലത്തെ ഒരു മനോഹരമായ സെയിം പരബോള എന്ന് തോന്നുന്നു. യെസ്. സർക്കിൾ ടച്ചസ് x-axis at a point A0. ഇയാളൊന്ന് x-axisനെ ടച്ച് ചെയ്തേ. ആൻഡ് ദ പാരബോള അറ്റ് 4 6. ഇയാളെ ടച്ച് ചെയ്യുന്നത് 4 6-ലും ഇയാളെ ടച്ച് ചെയ്യുന്നത് A0-ലും. നമുക്ക് റേഡിയസാണ് കണ്ടുപിടിക്കേണ്ടത് ഇല്ലയോ? വാട്ട് അബൌട്ട് ദ സെൻറ്റർ? സെൻറ്ററിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്നുള്ള എ ആയിരിക്കും അല്ലേ? അല്ലേ, സെൻറ്ററിൻ്റെ എക്സ് കോർഡിനേറ്റ് ഏത് തന്നെ ആയിരിക്കും അല്ലേ? ഇത് എക്സ് കോർഡിനേറ്റ് ദിസ് വിൽ ബി ഹൈറ്റ് ആൻഡ് ദിസ് വിൽ ബി R അല്ലേ? ഇത് R ആയിരിക്കും അല്ലേ? ഇത് R ആയിരിക്കും. ഇപ്പം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 തന്നെയല്ലേ? സർക്കിളിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? x മൈനസ് a ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് r ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ എന്നായിരിക്കും. അത് 4 6 കൂടെ പാസ് ചെയ്യുമെന്ന് നമുക്കറിയാം. സോ 4 മൈനസ് a ദ ഹോൾ സ്ക്വയർ 6 മൈനസ് r ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. r സ്ക്വയർ ക്യാൻസൽ ആയി പോകും. 16 മൈനസ് 8a പ്ലസ് a സ്ക്വയർ പ്ലസ് 36 മൈനസ് 12r ഈക്വൽ ടു 0 എന്ന് വരും. കണ്ടോ, ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് ഇക്വേഷൻ ലൈ ചെയ്യാം. വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കിയതാണേ. യെസ്. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള വേറെ ഡേറ്റ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാലോ. എ സ്ക്വയർ മൈനസ് 8a മൈനസ് 12r പ്ലസ് 52 ഈക്വൽ ടു 0. ഇതാണ് ഡേ ആട്ടോ. നിങ്ങളൊന്ന് കൺഫ്യൂസ്ഡ് ആവും. ദിസ് ഇസ് ദി ഇക്വേഷൻ. പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇഫ് യു ഫൈൻഡ് ദ ടാൻജൻറ്റ് ടു ഇതുവഴിയുള്ള ടാൻജൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ടാൻജൻറ്റിൽ നിന്ന് AR-ലോട്ടുള്ള ദൂരം റേഡിയസ് അല്ലേ? അതൊരു ഐഡിയ ആണ്. വി ക്യാൻ യൂസ് ദാറ്റ് ഐഡിയ ആസ് വെൽ. അപ്പോൾ ഈ ടാൻജൻറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ടാൻജൻറ്റ് കണ്ടുപിടിക്കാൻ അത് പാസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട് 4 6. അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ. സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ. 2y dy/dx ഈക്വൽ ടു 9 അല്ലേ? വൈയുടെ വാല്യൂ എത്രയാണ്? 6 അല്ലേടാ? വൈയുടെ വാല്യൂ 6 അല്ലേ ഈ പോയിന്റിൽ? യെസ്. 2 × 6 dy/dx ഈക്വൽ ടു 9. കട്ട് ചെയ്തേ. അപ്പോഴത്തേക്കും എന്ത് വരും? 2 വരും, 3 വരും, 3/4. dy/dx ഈക്വൽ ടു 3/4 എന്ന് വരും. സ്ലോപ്പ് 3/4 ആണ്. സോ 3x മൈനസ് 4y പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ. ഇവിടെ 4 6 ഇട്ട് കൊടുത്താൽ 12 മൈനസ് 6 ഇടുമ്പോൾ 24 പ്ലസ് c ഈക്വൽ ടു 0. c equal to 12. So the equation of this line is 3x minus 4y plus 12 equal to 0. This is the equation of the line.
ഈ ലൈനിൽ നിന്ന് ARലോട്ടുള്ള ദൂരം 6 ആണ്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്ത ഐഡിയ. 6 എന്ന് വെച്ചാൽ ഈ ലൈനിൽ നിന്ന് ARലോട്ടുള്ള ദൂരം. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 6 മോഡുലസ് വേണം ഇടുവാണെങ്കിൽ, അല്ല വേണ്ട മോഡുലസ് ഇട്ടങ്ങ് ചെയ്യാം. മോഡുലസ് ഇട്ട് ചെയ്യുമ്പം ഇറ്റ് വിൽ ബി ARൽ ഇട്ട് കൊടുത്താൽ 3a മൈനസ് 4r പ്ലസ് 12 ഡിവൈഡ് ബൈ 5 അല്ലേ, ഇതാണ് 6. അപ്പോൾ 3a മൈനസ് 4r പ്ലസ് 12 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5r എന്ന് വരും, ആണോ അല്ലയോ? ദിസ് വിൽ ബി പ്ലസ് ഓർ മൈനസ് 5r. എന്നാലൊരു കാര്യം ചെയ്യാം, ഇതിനകത്തുനിന്ന് 2 കണ്ടീഷൻസ് എടുക്കാമല്ലോ. 3a പ്ലസ് 12 ഈക്വൽ ടു മൈനസ് 5r 9r വരാം. 3a പ്ലസ് 12 ഈക്വൽ ടു മൈനസ് 4 അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ മൈനസ് r വരാം. 2 പോസിബിലിറ്റി ഉണ്ട്. 3a പ്ലസ് 12ന് 2 പോസിബിലിറ്റി ഉണ്ട്, ആണോ അല്ലേ? യെസ്, 3a പ്ലസ് 12 ആറിൻ്റെ 2 പോസിബിലിറ്റീസ് ഉണ്ട്. വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് r ഹിയർ, അല്ലെങ്കിൽ എയുടെ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് വി ക്യാൻ സോൾവ് ഇറ്റ്. ആൻഡ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് a മേ ബി. എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഫസ്റ്റ് കണ്ടീഷനിൽ നിന്ന് 3a, ഓരോ കണ്ടീഷനായിട്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് കണ്ടീഷനിൽ നോക്കുമ്പം 9r മൈനസ് 12 ബൈ 3 ആണ്. എന്ന് വെച്ചാൽ 3r മൈനസ് 12, 3r മൈനസ് 4 ആണ് a. രണ്ടാമത്തെ കേസിൽ a എന്നുള്ളത് എന്താ? a ഈക്വൽ ടു മൈനസ് r മൈനസ് 12 ബൈ 3. അപ്പോൾ 3r മൈനസ് 4 എന്നുള്ളത് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കിയാൽ എയുടെ സ്ഥാനത്ത് അത് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യു ക്യാൻ സോൾവ്. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് 2 വാല്യൂസ് ഓഫ് r. ഇതിനകത്ത് r ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 30 എന്നാണ് കേട്ടോ. സോൾവ് ചെയ്ത് നോക്കുക, യു വിൽ ബി ഗെറ്റിംഗ് 30. ദിസ് ഇസ് ദ പ്രോസസ്സ്. ഇപ്പോൾ 2 കിട്ടാവുന്ന കണ്ടീഷൻസ് എല്ലാം അപ്ലൈ ചെയ്ത് നമ്മൾ അതിനകത്ത് നിന്ന് പോയിന്റുകൾ കണ്ടുപിടിച്ചെടുക്കുക എന്നൊരു ഉദ്ദേശമാണ് ഇവിടെ ഉള്ളത്. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, നല്ല ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനകത്ത് ആകെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയ പെർമിറ്റേഷനാണ്. അത് പേപ്പറിൽ നമുക്ക് എളുപ്പമായിട്ട് പെർമിറ്റേഷൻ ഫീൽ ചെയ്യാന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യനാണ്. പിന്നെ മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് 3D ജോമെട്രി പഠിക്കണം. ജോമെട്രി വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. സീക്വൻസിൽ നിന്ന് പറഞ്ഞാൽ ചോദിച്ചുള്ളൂ. I think the prime focus was 3 questions from permutations and binomial theorem. There was 2 questions from 3D geometry, 1 question from vectors, and there was 1 question from differential equation, sure. 1 question from application of derivative, നമ്മുടെ maximum question ഉണ്ടായിരുന്നു. There were 2 questions from definite integration. So from integration, definite integration is focused. അപ്പോൾ അതുകൂടെ നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. Brilliant Study Center, India's #1 coaching center for NEET and JEE.